നമസ്കാരം. ഞാൻ രാജലക്ഷ്മി പിള്ളൈ, ഇന്ദിരാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ കൊച്ചി കേന്ദ്രയിൽ നിന്ന്. ഇന്ന് നമ്മൾ പരാമർശിക്കാൻ പോകുന്നത് BHIE 143-ൻ്റെ 2 യൂണിറ്റ്സ് ആണ്, 8 and 9. ഇതിൽ 8 യൂണിറ്റും 9 യൂണിറ്റിലും ആണ് ഇന്ന് പരാമർശിക്കാൻ വന്നത്. ഹിസ്റ്ററി ഓഫ് എൻവയറമെൻ്റൽ ഹിസ്റ്ററിനെ പറ്റിയിട്ടുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ നിങ്ങൾക്ക് സബ്ജക്റ്റിൽ വരുന്ന സ്റ്റഡി മെറ്റീരിയലിൽ വളരെ ക്ലിയർ ആയിട്ട് ഈ ഹിസ്റ്ററിയും എൻവയറമെൻറ്റുമായിട്ടുള്ള കണക്ഷനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയിരിക്കണം, അല്ലെങ്കിൽ പരീക്ഷ സമയത്ത് നിങ്ങൾക്കത് ഡിഫിക്കൽട്ടായിട്ട് പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, സബ്ജക്റ്റ് വായിക്കുന്ന സമയത്ത് ഒന്ന് മാർക്ക് ചെയ്ത് പോവുക. ഇപ്പോൾ നമ്മളിവിടെ ഇൻട്രൊഡക്ഷനിലായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇമ്പീരിയലിസം എന്ന്. അല്ലെങ്കിൽ ഈ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് വേറെ രാജ്യങ്ങൾ ആതിഥേയം അവരുടെ രാജ്യങ്ങളിൽ വന്നിട്ട് ബാക്കിയുള്ള രാജ്യങ്ങൾ ഓരോ ആവശ്യത്തിന് വേണ്ടി അടിച്ചമർത്തപ്പെടുന്നതാണ് ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇത് ആ കാലഘട്ടങ്ങളിൽ എന്തിനു വേണ്ടി വന്നു? ഓരോ റിലേഷൻഷിപ്പിന് വേണ്ടി വന്നു, ട്രേഡിന് വേണ്ടി വന്നു. അപ്പം ഇതിൻ്റെയൊക്കെ അത് ഹിസ്റ്ററി പാർട്ടാണ്. അങ്ങനെ വന്നിട്ട് അവർ വന്ന ശേഷം എന്തൊക്കെ പരിണാമങ്ങളാണ് നടന്നിട്ടുള്ളത്, അതാണ് നമ്മൾ പറയേണ്ടത്. പല ഭാഗത്തും യൂറോപ്യൻ കൺട്രിയിലായാലും ശരി, ഓസ്ട്രേലിയ ആയാലും ശരി, ആഫ്രിക്ക ആയാലും ശരി, ആ സമയത്ത് എന്തൊക്കെ നടന്നു, നമ്മൾ എങ്ങനെയാണ് ഇത് ബയോസ്ഫിയർ ട്രാൻസ്ഫേർഡ് ആവുന്നത്, എന്തുകൊണ്ട് യൂറോപ്യൻ കൺട്രികളിൽ ഓരോ രാജ്യത്തും പോയി സൊസൈറ്റികളും അല്ലെങ്കിൽ അവരെ കോളനീസ് ഉണ്ടാക്കി, എന്തായിരുന്നു അതിൻ്റെ കാര്യം? കാരണം അവരുടെ കാലഘട്ടത്തിൽ ആ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കുകയും അവിടെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ് വരികയും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവരുടെ നാട്ടിൽ യൂറോപ്പിൽ കിട്ടാത്ത വരുമ്പോഴാണ് അവർ വേറെ രാജ്യങ്ങളിൽ പോയിട്ടുള്ള അവരുടെ റോ മെറ്റീരിയൽസ് കളക്ഷന് വേണ്ടി വരുന്നു. ഇതേ സമയം തന്നെയാണ് സയൻസിന്റെ ഡെവലപ്മെന്റും ഉണ്ട്. സയൻസ്, ജോഗ്രഫി, ഈ കോമ്പിനേഷനിലാണ് ഈ സബ്ജക്റ്റ് പോകുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്തുള്ള സോയില് അല്ലെങ്കിൽ മണ്ണ്, അവിടുത്തെ ഫോറസ്റ്റ്, അവിടുത്തെ മിനറൽസ്, ഇതൊക്കെ യൂറോപ്യൻ മാർക്കറ്റിൽ കൊണ്ടുവന്ന് വിൽക്കുകയും ട്രേഡ് ബിസിനസ്സും കൂടുതലായിട്ട് ആ സമയത്ത് കാലഘട്ടത്തിൽ നടന്നിരുന്നു. ഇതിന്റെ സോഷ്യൽ ആയിട്ടുള്ള ഇമ്പാക്ട് എന്താന്ന് വെച്ചാൽ, ഓരോ സ്ഥലത്തും വരുന്ന ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇന്ത്യയിൽ വന്നു, ഇവിടെ വന്നു, അവർ ബ്രിട്ടീഷുകാർ വന്നു, അല്ലെങ്കിൽ ഫ്രഞ്ചുകാർ വന്നു, അല്ലെങ്കിൽ പോർച്ചുഗീസുകാർ വന്നു. അവരുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഇവിടെ നാട്ടിൽ ഉള്ള കൃഷികളിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ അവർക്ക് എന്താവശ്യമുണ്ടോ അത് നമ്മൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ അവരുടെ കൃഷി സാധാരണ ലെവലിൽ വരികയാണെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നത് മുഴുവനും ആഹാര സാധനങ്ങളാണ്, അരി, ഗോതമ്പ്, അങ്ങനത്തെ സാധനം. പക്ഷെ ആ കാലഘട്ടങ്ങളിൽ അവർക്ക് ആവശ്യമായ, മാർക്കറ്റിന് ആവശ്യമായ സാധനങ്ങളാണ് നമ്മളിവിടെ കൃഷി ചെയ്യാൻ വന്നത്. ഇതിന് മാത്രമല്ല, ഇതിൽ കൂടുതലായിട്ട് അവർക്ക് സ്ഥലമില്ലാത്ത പാവപ്പെട്ട കൃഷിക്കാര്, അല്ലെങ്കിൽ അവരുടെ സ്ഥലത്ത് സ്വന്തമായിട്ട് കൃഷി ചെയ്യാൻ വയ്യാത്തവര് വേറെ സ്ഥലത്ത് പോയി കൃഷി ചെയ്യുന്നു, മൈഗ്രേഷൻ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ ഇപ്പൊ ഇവിടെ നാട്ടിൽ കാണാറുണ്ട്, നമ്മള് ബംഗാൾ അല്ലെങ്കിൽ ഒഡീഷയിൽ നിന്നുള്ളവരൊക്കെ കേരളത്തിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ കേരളത്തിൽ ഇവിടെ കേട്ടുന്ന അത്രയും ശമ്പളം ഒറീസയിലും ബംഗാളിലും ബീഹാറിലും കിട്ടുന്നില്ല. അപ്പൊ മൈഗ്രേഷൻ, അവിടെ നിന്ന് അവർ ഇവിടെ വന്ന് ജീവിക്കുന്നു. ഇവിടെയുള്ളവര്, കേരളത്തിലുള്ളവര് ഗൾഫ് കൺട്രിയിലേക്ക് പോകുന്നു. കാരണം ഗൾഫിൽ കുറച്ചുകൂടെ സാലറി കൂടുതലാണ്. അപ്പോൾ ഈ മൈഗ്രേഷൻ, വർക്കേഴ്സിന്റെ മൈഗ്രേഷൻ വളരെ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകുന്നത് അവരുടെ ലൈഫിനെ കുറച്ചുകൂടെ നന്നായിട്ട് ജീവിക്കാനുള്ള ആശ കൊണ്ടാണ്. അതുകൊണ്ടാണ്. അതേമാതിരി തന്നെ ആ കാലഘട്ടത്തിൽ ഓഷ്യാനിക് ആയിട്ടുള്ള സ്ലേവ് ട്രേഡ് മാർക്കറ്റില്, അതായത് യൂറോപ്യൻ മാർക്കറ്റിലും ഈജിപ്ഷ്യൻ മാർക്കറ്റിലും ഒക്കെ ഈജിപ്തിൽ നിന്ന് വരുന്ന ബ്ലാക്ക് സ്ലേവ്സിനെ കൊണ്ടുവന്ന് പബ്ലിക്കായിട്ട് അവർ മാർക്കറ്റിൽ വിറ്റിരുന്നു. അതും ഒരു ബിസിനസ് ആയിട്ട് കണക്കാക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടങ്ങളിൽ. ഇവിടെ നമ്മൾ
എക്കോളജി അല്ലെങ്കിൽ ഇതിനെപ്പറ്റി നമ്മൾ പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ റിലേഷൻഷിപ്പ് എക്സ്റ്റേണൽ വേൾഡും അവരുടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ, അവരുടെ എനർജികൾ, അവരുടെ പാരസൈറ്റ്സിൽ, ഇത് ഏർണസ്റ്റ് ഹാക്വെൽ പറഞ്ഞിട്ടുള്ളത് എക്കോളജി എന്നുള്ള വേർഡാണ്. ഈ എക്കോളജി കൊണ്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എങ്ങനെ മനുഷ്യരും മനുഷ്യന്റെ എൻവയറമെന്റും താമസിക്കുന്ന എൻവയറമെന്റും ഒരുമിച്ച് പോകാൻ പറ്റും. അങ്ങനെ വന്ന ശേഷം ഇവിടെ എക്കോളജിക്കൽ ഇമ്പീരിയലിസം എന്ന് പറയുമ്പോൾ ആ അടിച്ചമർത്തപ്പെടുക അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ ആവശ്യമായ മനുഷ്യനും എൻവയറമെന്റൽ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള അതും നമുക്ക് വേണ്ട വിധത്തിൽ മാറ്റിയെടുക്കുന്നതിനാണ് നമ്മൾ ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം എന്ന് പറയുന്നത്. ഇവിടെ ഇതിനെ പറ്റി ആൽഫ്രഡ് ക്രോസ്ബി പറഞ്ഞിട്ടുള്ളത് 1500 ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു ആസ്പെക്ട് ഉണ്ട്. കൊളോണിയൽ എക്സ്പാൻഷൻ, വലിയ വിധത്തിലുള്ള എക്സ്പാൻഷനും ആ കൊളംബിയൻ എക്സ്ചേഞ്ചും കൊണ്ട് ഒരുപാട് ലാർജ് സ്കെയിലാണ് ട്രാൻസ്ഫർ. സ്ഥലങ്ങളിൽ നിന്ന് യൂറോപ്പിൽ നിന്ന് പുതിയ വേൾഡ് കണ്ടുപിടിക്കുകയും പുതിയ രാജ്യങ്ങളിൽ പോവുകയും പുതിയ രാജ്യങ്ങളിൽ ആധിപത്യം സ്ഥാപിക്കുകയും അതേമാതിരി അവിടത്തെ ആൾക്കാരെ നമ്മൾ കോളനി ആക്കുകയും മദർ നേഷന്റെ ആധിപത്യം അവിടെ സ്ഥാപിക്കുക, അവർക്ക് വേണ്ടപ്പെട്ട ആവശ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതൊക്കെ ഈ എക്കോളജിക്കൽ ഇമ്പീരിയൽസിൽ വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു യൂറോപ്പില്, ഇംഗ്ലണ്ടില് അല്ലെങ്കിൽ യൂറോപ്പില് റഷ്യ ഇവിടെ നിന്ന് കോട്ടൺ കൾട്ടിവേഷൻ ചെയ്ത് അവർ കൊണ്ടുപോയി അവരുടെ ഫാക്ടറികളിൽ ടെക്സ്റ്റൈൽസ് ആണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനിലെ ആദ്യത്തെ വലിയ ഇൻഡസ്ട്രി. അപ്പൊ അവർക്ക് ആവശ്യമുള്ള ടെക്സ്റ്റൈല്, അതായത് കോട്ടൺ കൾട്ടിവേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യയിലും ആഫ്രിക്കയിലും യൂറോപ്യൻ കൺട്രികൾ വന്ന് സെറ്റിൽ ചെയ്യുകയും അവരിതിനെ കോളനിയാക്കി മാറ്റുകയും ചെയ്തത് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇനി ഇതിന്റെ ഇമ്പാക്ട്, ഇതിന്റെ പരിണാമം എന്താണ്? ഇങ്ങനെ വരുമ്പോൾ ഓരോ കൺട്രികളിലും, ഇന്ത്യ മാത്രമല്ല, പുതിയ കൺട്രികൾ, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഒക്കെ എല്ലാ കൺട്രികൾക്കും ഇതിൻ്റെതായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഈ വ്യത്യാസങ്ങൾ വരുമ്പോൾ എല്ലാത്തിലും വ്യത്യാസം വരുന്നുണ്ട്. ചെടിയിൽ വരുന്നുണ്ട്, ആനിമൽസിൽ വരുന്നുണ്ട്, എന്തൊക്കെ വിധത്തിലുള്ള ഇവിടെ സാധാരണ ലെവലിലുള്ള ലൈഫ് സ്റ്റൈലും മാറുന്നുണ്ട്. അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ, അവരുടേതായ എക്സ്പ്ലോയിറ്റേഷൻ ചെയ്യാൻ എത്രത്തോളം ബിസിനസ് ഇംപ്രൂവ്മെന്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അതാണ് അവർ നോക്കുക. അല്ലെങ്കിൽ യൂറോപ്യൻ ട്രേഡേഴ്സ് അതാണ് ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഈ ഗ്രീൻ ഇമ്പീരിയലിസം എന്ന് പറയുന്നത് തന്നെ ഗ്രീൻ ലെവലില്, അതെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആവശ്യങ്ങൾ അല്ലെങ്കിൽ പ്ലാന്റ്സ്, നമ്മളുടെ പ്ലാന്റ്സ് ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം നമ്മൾ ഒരു സൈഡ് ഇമ്പോസ് ചെയ്തിട്ടുണ്ട്. പ്ലാന്റ്സ്, ആനിമൽസ്, ജനങ്ങളുടെ ആവശ്യമുള്ള പ്ലാന്റ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന പ്ലാന്റ്സ് അല്ലെങ്കിൽ അതിനെ കൺസിഡർ ചെയ്തുള്ള നമുക്ക് ചെയിൻ ഉണ്ടല്ലോ, ഫുഡ് ചെയിൻ ഉണ്ട്. അപ്പൊ ഈ 2-way പ്രോസസ് വഴി നമുക്ക് ആവശ്യമുള്ളത് കിട്ടുന്നു, നമ്മൾ ചേഞ്ചസും ഉണ്ടാക്കി കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അതിനാണ് റിച്ചാർഡ് ഗ്രോവ് ഗ്രീൻ ഇമ്പീരിയലിസം എന്ന് പരാമർശിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ കോളനിയൽ ഡെവലപ്മെന്റിൽ ബൊട്ടാനിക്കൽ ഗാർഡൻ എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നുണ്ട്. ബൊട്ടാനിക്കൽ ഗാർഡൻ എന്ന് പറയുമ്പോഴത്തേക്കും ആ ഗാർഡനിൽ ആവശ്യമുള്ള സാധനങ്ങൾ ലാർജ് സ്കെയിലിൽ വളർത്തിയെടുക്കുക, അതിനെ ഒരു ഡിസിപ്ലിനായിട്ട് ഗ്രോ ആക്കി മാറ്റുക, അല്ലെങ്കിൽ പൂങ്കാവനമാക്കി മാറ്റുക, അല്ലെങ്കിൽ തോട്ടമാക്കി മാറ്റുക, പ്ലാന്റേഷൻ ആക്കി മാറ്റുക. എന്തുകൊണ്ടെന്നാൽ ഇതിന്റെ ആവശ്യം അവരുടെ കൺട്രിയിലും അവരുടെ മാർക്കറ്റിലും അവർക്ക് വേറെ കൺട്രികളിലേക്ക് കൊണ്ടുപോകാനുള്ള ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള വോളിയം കൂടുതലായിട്ട് കൾച്ചർ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അതിനെ വളർത്തിയെടുക്കണം എന്നുള്ളതാണ് അതുവഴി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഓരോ ഇൻഡസ്ട്രിയലൈസേഷൻ ടൈമിലും മെട്രോപൊളിറ്റൻ റീജിയൻസ്, ഏതെങ്കിലും അതിന്റെ അടുത്തുള്ള കോളനീസ് അത് വലുതായി വരുമ്പോൾ ഒരേ ഐറ്റം, മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത് ഒരേ ഐറ്റം. ഇപ്പൊ ഞാൻ എടുക്കുകയാണ്, ഇടുക്കിയില് ചായ കാപ്പി എന്നുള്ള ഒരൊറ്റ ഐറ്റം ക്യാഷ് ക്രോപ്പ് ആയിട്ട് കൊണ്ടുവരുന്നു.
വോള്യം ഓഫ് എന്താ പറയാ കൾട്ടിവേഷൻ പ്ലാന്റേഷനിൽ ഒരുപാട് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് മോണോക്രോപ്പിംഗ് എന്ന് പറയുന്നത്. ഒരേ സാധനം തന്നെ വളരെ കൂടുതലായിട്ട് ഏക്കർ കണക്ക് ഉണ്ടാക്കുക, എന്നിട്ട് അതിനെ ക്യാഷ് ക്രോപ്പ് ആക്കി മാറ്റി അതിനെ അവരുടെ ക്യാപിറ്റലിസത്തിലേക്ക് കൊണ്ടുപോകാനും വിൽക്കാനും ഉണ്ടാക്കി. അതിന്റെ കൂടെ തന്നെ ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഇവിടെ നിന്ന് അങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ റെയിൽവേസും ഇവിടെ വരുന്നത്. ഈ റെയിൽവേസ് ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടാണ് അവർക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. റോ മെറ്റീരിയൽസ് ഇവിടെ നിന്ന് എടുത്ത് അവരുടെ ഷിപ്പ് കിടക്കുന്ന സ്ഥലം വരെ കൊണ്ടുപോകാനും, അതേമാതിരി ആ ഷിപ്പിൽ അവരുടെ രാജ്യങ്ങളിലേക്ക് കടൽ മുഖാന്തരം കൊണ്ടുപോകാനും, അത് കഴിഞ്ഞതിന് ശേഷം തിരിച്ചത് റോ മെറ്റീരിയൽ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് തിരിച്ചു വരുമ്പോൾ ഇതേ ഫോർമാറ്റിൽ തിരിച്ച് ഇവിടെ വരുന്നു. അപ്പോൾ ഈ ലാർജ് സ്കെയിൽ ഒരുപാട് കൂടുതലായിട്ടുള്ള മാർക്കറ്റിങ്ങിന് ആവശ്യമായ ക്രോപ്പാണ് കോട്ടൺ, ടീ, ഷുഗർ, ഹെംപ്. ഇതൊക്കെ വരുമ്പോ ഇതില് കൾട്ടിവേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ ഒതുക്കുമ്പോൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അവര് തയ്യാറാക്കുമ്പോൾ പല വിധത്തിലുള്ള ചെടികളും ആനിമൽസും അതെല്ലാം അതിൽ ഈ ബയോസ്ഫിയറിൽ നിന്ന് ചിലപ്പോൾ കാലക്രമേണ മാറിപ്പോകുന്നുണ്ട്. ഇനി ഈ കൊളോണിയലിസത്തിൽ നമ്മൾ കാണുന്നത് ഏർലി മോഡേൺ പീരീഡ് ആണ്. ഈ ഏർലി മോഡേൺ പീരീഡിൽ യൂറോപ്യൻ സെയിലേഴ്സ് ഇവിടെ വന്നു, ഈ ഇമ്പീരിയലിസം ഉണ്ടാക്കി, ക്യാപിറ്റലിസം ഉണ്ടാക്കി, മോഡേൺ ഇമ്പീരിയലിസം ഉണ്ടാക്കി. ഇതേമാതിരി തന്നെ ന്യൂസിലാൻഡിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രിയ 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടിൽ പല വിധത്തിലുള്ള നാച്ചുറൽ ഗുഡ്സ് അവർക്ക് അവിടെ ഉണ്ടായിരുന്നില്ല, അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. പിന്നെ കൂടാണ്ട് ഇവിടെയുള്ള ആൾക്കാരുടെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അവര് ചീപ്പായിട്ടുള്ള ലേബറാണ്. ഈ പ്ലാന്റേഷനിലൊക്കെ വളരെ തുച്ഛമായ ശമ്പളത്തിന് വർക്ക് ചെയ്യുന്ന ഇവിടുത്തെ ഇൻഡിജിനിയസ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരാണ്. അവര് ചീപ്പായിട്ടുള്ള ശമ്പളം കുറവിൽ വേല ചെയ്യാൻ ചീപ്പ് ലേബറെ കിട്ടി. അതുകൊണ്ട് അവർക്ക് സൗകര്യമായിട്ട് പ്ലാന്റേഷൻസ് ഉണ്ടാക്കാൻ പറ്റി. ഇതേമാതിരി 16-ാം നൂറ്റാണ്ടിലാണ് ഈ പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷ് ലാസ്റ്റ് വരുന്ന ഗ്രൂപ്പാണ് ബ്രിട്ടീഷ്. ആ ബ്രിട്ടീഷാണ് അവസാനം ആധിപത്യം ഇന്ത്യയെ അവരുടെ കൺട്രോളിൽ കൊണ്ടുവരുന്നത് ബ്രിട്ടീഷുകാരാണ്. ഇവരുടെ ബിസിനസ് പോർച്ചുഗീസ് ആയിക്കോട്ടെ, ഡച്ച് ആയിക്കോട്ടെ, ഫ്രഞ്ച് ആയിക്കോട്ടെ, ഈ 4 യൂറോപ്യൻ കൺട്രികളാണ് ഇവിടെ വന്ന് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുകയും യുദ്ധങ്ങൾ നടത്തി അവര് ഒരുപാട് കൺട്രോൾ ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ. അവരുടെ ബിസിനസ്സിന് ക്രോസ് ഇന്ത്യൻ ഓഷ്യൻ വഴിയും അവരുടെ ബിസിനസ്സിന് സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റി. അവരുടെ കോമേഴ്സ് കൂടുതലാക്കി, ഇവിടെയുള്ള പ്ലാന്റ്സിനെ കൂടുതലാക്കി, ആവശ്യമില്ലാത്തതൊക്കെ റിമൂവ് ചെയ്ത് പോയിക്കൊണ്ടിരുന്നു. ഇനി ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ 18-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ നടക്കുന്ന സമയത്ത് റോ മെറ്റീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞു റോ മെറ്റീരിയൽസ്, ആ 18-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലെ മേജർ ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോട്ടൺ ആണ്. കോട്ടൺ ഇംഗ്ലണ്ടിൽ വളരില്ല, ബിക്കോസ് ഓഫ് ദ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് അവിടെ വരില്ല. അത് അവർ തേടി പുറപ്പെട്ടു, ഇന്ത്യയിലും എത്തി, അതേമാതിരി ആഫ്രിക്കയിലും എത്തി. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് വേണം. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ അതിനെ കൊണ്ടുപോകുന്നു. അതിന്റെ കൂടെ തന്നെ ചായ, അതിന്റെ കൂടെ തന്നെ ബാക്കിയുള്ള ഐറ്റംസ്, കോട്ടന്റെ കൂടെ ഇൻഡിഗോ, എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ ടെക്നോളജിക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ ഇവർക്ക് ആവശ്യമുള്ളതൊക്കെ ഇവിടെ നിന്ന് അവർ മാറ്റിക്കൊണ്ടിരുന്നു. പിന്നെ ഈ ആവശ്യം ടെക്നോളജി വരുമ്പോഴത്തേക്കും നമ്മൾ പറയുന്നുണ്ട് ബിസിനസ്, അവരുടെ ബിസിനസ് നടത്തുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മരത്തിന്റെ ആവശ്യമുണ്ട്, കോളിന്റെ ആവശ്യമുണ്ട്. മരം ഉണ്ടാക്കുന്നത് മിഷനറീസിന്റെയും അല്ലെങ്കിൽ റെയിൽവേ ട്രാക്കിൽ ഇടാനും അതേമാതിരി കോച്ചസ് ഉണ്ടാക്കാനും. ഇപ്പൊ ഇതൊക്കെ വരുമ്പോൾ കോളനിയിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് വളരെ ചീപ്പായിട്ട് കിട്ടും. ഇൻഡസ്ട്രിയിൽ അവരുടെ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടുന്നു. അതേമാതിരി തന്നെ കോൾ മൈൻസ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഇതൊക്കെ ബിസിനസ് മെറ്റീരിയൽ ആയിട്ട് അവർ കൺവേർട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. പ്ലാന്റേഷൻ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരേ കാര്യം തന്നെ വളരെ ലാർജ് സ്കെയിലിൽ പ്ലാന്റേഷനിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ മാസ്സായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുക നാച്ചുറൽ റിസോഴ്സസിൽ. അത് പ്ലാന്റേഷൻ എന്ന് പറയുമ്പോൾ റബ്ബർ പ്ലാന്റേഷൻ, ടീ പ്ലാന്റേഷൻ എക്സാമ്പിൾസ് ആണ്. യൂറോപ്യൻ പ്ലാന്റേഷനിൽ പറയുമ്പോഴത്തേക്കും ഈ പ്ലാന്റേഷൻ അങ്ങനെയാണ്. ചായ, ഇംഗ്ലണ്ടുകാരാണ് ചായ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് പ്ലാന്റേഷൻ മുഖാന്തരം. ആ ചായ തന്നെയാണ് ഇപ്പോഴും നമ്മൾ പ്ലാന്റേഷനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു അഡിക്ഷനിലേക്ക് പോവുകയാണ്. പ്ലാന്റ് ആണ് അത്, പക്ഷെ അഡിക്ഷനായി ആ ശീലം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഈ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റീസ് വളരെ
ഗ്രാൻഡ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ളത് ഇവിടെ തുടങ്ങി അതിനെ വലുതാക്കി പോകും. അപ്പോൾ ഈ റബ്ബറോ അല്ലെങ്കിൽ ടീയോ ചെയ്യുന്ന മാതിരി തന്നെയാണ് ആ കാലഘട്ടങ്ങളിൽ കോട്ടൺ വലിയ സ്കെയിലിൽ നോർത്ത് ഇന്ത്യയിൽ ചെയ്തിരുന്നു. ഈ ക്രോപ്സ് എന്തൊക്കെയാണോ മോണോക്രോപ്സിൽ കൂടെ അവരുടെ ക്യാപിറ്റലിസം, അവരുടെ കമ്പനികൾക്ക് ആവശ്യമായ സാധനങ്ങൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവുകയും, ഇന്ത്യ മാത്രമല്ല എല്ലാ കോളനീസിലും. അപ്പൊ ഞാനിപ്പോ വേൾഡിനെ പറ്റി പറഞ്ഞു വരികയാണെങ്കിൽ കൂടെയും ഇന്ത്യനെ എടുത്തെടുത്ത് പറയുന്ന എന്തിനാന്ന് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. യൂറോപ്യൻ ഇമ്പീരിയലിസം അല്ലെങ്കിൽ യൂറോപ്പാൽ അടിച്ചമർത്തൽ വന്ന് ഇതിൽ വരുന്നത് എൻവയറമെന്റൽ ആയിട്ട് നമുക്ക് പറ്റുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്ത്, വനത്തിലുള്ള സമ്പത്ത്, റിവർ സമ്പത്ത്, അല്ലെങ്കിൽ നമ്മളുടെ രാജ്യത്തിലുള്ള സമ്പത്തിനെ അത് എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ എൻവയറമെന്റൽ കോൺസിക്വൻസിൽ വഴിയും എന്തൊക്കെ ചെടി മരങ്ങൾ വെട്ടിമാറ്റുന്നു, മണ്ണൊലിപ്പുണ്ട്, ഇതൊക്കെ വരുന്നത് ഇതിന്റെ ഹാബിറ്റലായിട്ടുള്ള ഡിസ്ട്രക്ഷൻ കാരണം വരുന്നതാണെന്നാണ് എൻവയറമെന്റൽ ഹിസ്റ്റോറിയനായ കൊറേറോസ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനെ ഒരു ബോട്ടനീനെ ഒരു ഇമ്പീരിയൽ സയൻസ് ആയിട്ട് മാറ്റുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ മാസ്റ്ററി ചെയ്യണം. എത്രത്തോളം നമുക്ക് ബോട്ടണി വഴി അല്ലെങ്കിൽ ഐഡിയ വഴി മാർക്കറ്റിൽ അല്ലെങ്കിൽ ഫോറസ്റ്റിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇവരുടെ ഡിസിപ്ലിൻ. അപ്പോൾ 15ാം നൂറ്റാണ്ടിൽ സയന്റിസ്റ്റ് ആയ അവർ സ്പെഷ്യലൈസ് ചെയ്തു അഗ്രികൾച്ചറൽ അല്ലെങ്കിൽ കൃഷി, ഫോറസ്ട്രി, കാട്ടിലുള്ള മരങ്ങള്, നാച്ചുറൽ റിസോഴ്സസ്, അത് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യണം, അത് എങ്ങനെ കൺസർവ് ചെയ്യണം, ഇതിനെപ്പറ്റി സയന്റിഫിക്കലായിട്ട് പഠിക്കുകയും അതിനെപ്പറ്റി കൂടുതലായിട്ട് പരാമർശിക്കുകയും അതിനെപ്പറ്റി കൂടുതൽ റിസർച്ച് ചെയ്ത് അത് കൺസർവ് ചെയ്യാനുള്ള ഒരു സയൻസ്. അതുകൊണ്ടാണ് ബോട്ടണി എന്ന് പറഞ്ഞാൽ ജീവജാലങ്ങൾ, ചെടികളെ പറ്റിയുള്ള പഠിപ്പ്. അതിന് ഒരു വളരെ നാച്ചുറലിസ്റ്റ് ആയ അലക്സാണ്ടർ വാൻ ഹോംബോൾട്ട് 1769 മുതൽ 1853 വരെ കാലഘട്ടമാണ്. അങ്ങേരെ ഓരോ ചെടീനെയും ഐഡന്റിഫൈ ചെയ്യും, അതിന് ക്ലാസിഫൈ ചെയ്യും. ജർമ്മൻ എക്സ്പ്ലോറർ ആണ്, നാച്ചുറലിസ്റ്റ് കൂടിയാണ്. ഇപ്പൊ നേച്ചറിൽ കാണുന്ന ചെടികൾ നമ്മളിപ്പോ പറയാറില്ലേ, നമ്മളുടെ ഊട്ടി, കൊടൈക്കനാൽ ആ ഭാഗത്ത് 12 വർഷം കൂടുമ്പോൾ ഒരു കുറിഞ്ഞി പൂക്കുന്നുള്ളത്. ഇത് ബൊട്ടാനിക്കലായിട്ട് അവർ ഒബ്സർവ് ചെയ്ത് റിസർച്ച് ചെയ്ത് അതിനെപ്പറ്റി ബുക്കുകൾ എഴുതിയും അതിനെ ഡീപ്പായിട്ട് താരതമ്യം ചെയ്ത് കളക്ഷൻ എടുത്തിട്ടുള്ളതാണ്. അതാണ് അപ്പോൾ ഇത്രത്തോളം ബൊട്ടാനിക്കൽ നേച്ചറോട് സ്നേഹമുള്ള സയന്റിസ്റ്റുമാരുണ്ട്. അവരാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എഴുതി മനസ്സിലാക്കി അതിനെപ്പറ്റി റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ പരാമർശിച്ചിട്ട് നമുക്ക് അറിവ് തന്നിട്ടുള്ളത്. ഇനി ഇതിലെ തന്നെ ഹോർട്ടിയസ് മലബാരിക്കസ്, ഗാർഡൻ ഓഫ് മലബാർ എന്നുള്ളത് ഒരു എപ്പിക് മാതിരി നമ്മൾ കൊണ്ടുപോകുന്നു. കാരണം ഇത് എഴുതിയിട്ടുള്ളത് ഡച്ച് ഗവർണറാണ്. ആ ഡച്ച് ഗവർണറാണ് മെഡിക്കൽ പ്രോപ്പർട്ടീസ് സൗത്ത് ഇന്ത്യയിലുള്ള പ്രത്യേകിച്ച് കേരളത്തിലുള്ള മെഡിക്കൽ ലെവലിൽ നമ്മൾ തുളസി, ഓരോന്നിനും ഓരോ ജീവജാലത്തിനും ഓരോ ചെടിക്കും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതിൻ്റെതായ ഗുണഗണങ്ങളുണ്ട്. നമ്മൾ ആ ഗുണം, മഞ്ഞള്, എള്ള്, ഓരോന്നിനും ഗുണമുണ്ട്. ആ ഗുണത്തിനെ പറ്റി മനസ്സിലാക്കിയത് ഒരു ജർമ്മൻ ഗവർണർ എന്നുള്ള ലെവലിലുള്ള മലബാറിലുള്ള ഈ ചെടികളെ പറ്റി അത്രയും പരാമർശിച്ച് അതിനെപ്പറ്റി പബ്ലിഷ് ചെയ്തു. ആംസ്റ്റർഡാമില് 1678 1693 12 വോളിയം 500 പേജുള്ള വോളിയത്തില് ഈ പുസ്തകത്തിന്. അപ്പൊ അത്രത്തോളം മലബാറിന്റെ സസ്യജാലങ്ങൾക്കുള്ള ഇമ്പോർട്ടൻസ് അങ്ങേര് കണ്ടുപിടിച്ചു. അങ്ങേര് അതിനെപ്പറ്റി എഴുതി, അങ്ങേര് അതിനെപ്പറ്റി പുസ്തകം ഉണ്ടാക്കി, ഡോക്യുമെന്റ് ഉണ്ടാക്കി. അപ്പൊ അതിനുശേഷമാണ് കൂടുതൽ നമ്മൾ മനസ്സിലാക്കുക ഈ 14-15 സെഞ്ചുറീസില് ഇതിനെ റിവൈവ് ചെയ്ത് ബോട്ടണീനെ ഇത്രയും സയന്റിഫിക്കലായിട്ട് ഒരു ഡിസിപ്ലിൻ ആക്കി മാറ്റി അവര് ബാബിലോണിയൻ സിവിലൈസേഷനിലും കാണുന്നുണ്ട് ഇതിനെപ്പറ്റി. ഇനി കോളനികളിൽ, ഓരോ കോളനികളിലും, ഈജിപ്തിലും റഷ്യയിലും അല്ലെങ്കിൽ ഇന്ത്യയിലും ഓരോ കോളനികളിലും ഇതേമാതിരി തന്നെ അഗ്രികൾച്ചറൽ സയൻസ് പ്രൊമോട്ട് ചെയ്തിട്ട് മോണോക്രോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റ ക്രോപ്പ്, അതിനെ അവര് പ്രൊമോട്ട് ചെയ്യാണ്. ഇൻഡിഗോ കളറ്, കോട്ടന്റെ കൂടെ ഇൻഡിഗോ വേണം, കളർ പർപ്പിൾ കളർ വേണം. കോഫി, അവർക്ക് ആവശ്യമുള്ള കോഫി, അതേമാതിരി ടീ, ഷുഗർ കെയിൻ, ബനാന, റൈസ്, ഇതൊക്കെ
കച്ചവടത്തിന് വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്തു. ലാർജ് സ്കെയിലിൽ പ്രൊഡക്ഷൻ ചെയ്യുക, എന്നിട്ട് അതിനെ കച്ചവടം ചെയ്യുക. അപ്പൊ ഈ സെറ്റിലേഴ്സ് ഓരോ ഐറ്റമും ലാർജ് ക്വാണ്ടിറ്റി ആയിട്ട് ഉണ്ടാക്കി ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തു, യൂറോപ്പിലേക്കും എക്സ്പോർട്ട് ചെയ്യും. അപ്പോൾ സാധനങ്ങൾ യൂറോപ്പിലേക്ക് ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് മേടിക്കുമ്പോൾ വളരെ ചീപ്പായിട്ട് കിട്ടുന്നു. ലാർജ് വോളിയമാണ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിന്റെ പ്രൈസ് കുറയും. അതേമാതിരി തന്നെ പ്രൊഡക്ഷൻ എക്സ്റ്റേണൽ പുറത്തുനിന്നുള്ള ഒരു മാർക്കറ്റിലാണെങ്കിൽ പുറത്തുനിന്നുള്ള മാർക്കറ്റിലേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിംഗ് മെത്തേഡ്സും അതിനെ ഉപയോഗിക്കാണ്ട് സയന്റിഫിക് ആയിട്ടുള്ള മെത്തേഡ്സ് കൂടെ നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങി. മാസീവായിട്ട് പ്രൈവറ്റൈസേഷൻ അല്ലെങ്കിൽ കമോഡിഫൈങ് ഹിൽസ് വാലീസ് ഒക്കെ മേടിക്കുകയും അതിനെ ഒറ്റയ്ക്ക് സയന്റിഫിക്കലായിട്ട് അവർക്ക് സയൻസ് 18ാം നൂറ്റാണ്ടിൽ സയൻസ് ഡെവലപ്മെന്റ് ഉണ്ടായി. യൂറോപ്യൻ കൺട്രിയിൽ ആ ഡെവലപ്മെന്റിന്റെ റെവല്യൂഷൻസ് ആയിട്ട് ഇവിടെയാണ് അത് എക്സ്പെരിമെന്റൽ ലെവലിൽ ചെയ്ത് അവരും കുറച്ചുകൂടെ റിച്ച് ആയിട്ട് അതിനെ കൺവേർട്ട് ചെയ്തെടുക്കുന്നു. ഇനി വർക്കേഴ്സിന്റെ ഇഷ്യൂ എന്താന്ന് വെച്ചാല് ഈ വർക്കേഴ്സിന് ഓരോ വർക്കറിനും അതിൻ്റെതായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വർക്ക് ഉണ്ട്. ആ വർക്കിന്റെ നോളജ് ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ടാപ്പിംഗ്, റബ്ബർ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്. റബ്ബർ ടാപ്പിംഗ് അത് അറിഞ്ഞിട്ടുള്ള ഒരാൾക്കാർ ചെയ്താലേ അതിന്റെ പാല് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അതേമാതിരി നമ്മളുടെ നോളേജിനെ കൂടെ ഉപയോഗിച്ചിട്ട് അവര് കമേഴ്സ്യലായിട്ട് ആപ്ലിക്കേഷൻ ചെയ്തു. സയൻസും സയന്റിഫിക് നോളേജും നമ്മളുടെ നോർമൽ നോളേജും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഉണ്ടാക്കി. അപ്പൊ വർക്കേഴ്സിന് അവരുടേതായ പ്രാരബ്ധങ്ങളുണ്ട്. ഓരോ കോളനിയിലും ചില വർക്കേഴ്സ് വരുമ്പോഴത്തേക്കും അവരുടെ ജോലി നഷ്ടപ്പെടും. ഈ കൂലി ലേബറേഴ്സ് ആയിട്ട് കൊളോണിയൽ പ്ലാന്റേഷനിൽ ചായ പ്ലാന്റേഷൻ, കോഫി പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ കോളനിയുടെ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ശമ്പളം കുറവായിരിക്കും. ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻസും റിസർച്ച് ലബോറട്ടറീസും അവരിവിടെ ഉണ്ടാക്കി. ഈ ബൊട്ടാണിക്കൽ ഗാർഡൻസിൽ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു പ്രൊമോട്ട് ചെയ്യാണ്. ബൊട്ടാണിക്കൽ ഗാർഡൻസിനെ പ്രൊമോട്ട് ചെയ്ത് അതിന്റെ ഫൗണ്ടേഷൻ നമ്മൾ ഓക്സ്ഫോർഡിൽ കാണുന്നുണ്ട്, ചെൽസ ആൻഡ് എഡിൻബർഗ്. അവരുടെ എക്സ്പെരിമെന്റ് അവരെവിടെ എക്സ്പെരിമെന്റ് ഈ കൾട്ടിവേഷൻ മെഡിക്കൽ പ്ലാന്റ്സിന്റെ എക്സ്പെരിമെന്റൽ മെഡിക്കൽ പ്ലാന്റ്സ് ഒക്കെ ഇവിടെയാണ്. റിസർച്ച് എത്രത്തോളം റിസർച്ച് ചെയ്യുന്നോ അത്രത്തോളം നല്ലതാണ്. നമുക്ക് പ്രോഡക്ട്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കാം. പക്ഷെ റിസർച്ച് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ തീരുന്ന കാര്യങ്ങളല്ല. വർഷങ്ങളോളം ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടുള്ളൂ. കിവി ഗാർഡൻ ഇൻ ലണ്ടൻ, അതും ഒരു ബൊട്ടാണിക്കൽ റിസർച്ച് ആണ്. അതിന്റെ സ്പേസ് ഇൻട്രൊഡക്ഷൻ മാതിരി ഇവിടെയും ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇനി ബോട്ടണിയും ക്യാപിറ്റലിസം തമ്മിൽ എന്താണ് കണക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അല്ലെ ഗാർഡൻ നെറ്റ്വർക്ക് അവരതിനെ ട്രാൻസ്ഫർ ചെയ്ത് കമേഴ്സ്യലാക്കി വാല്യുബിൾ പ്ലാന്റ്സിനെ കൊണ്ടുവരികയും അതിനെ വേൾഡ് മുഴുവനും പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് ഹിസ്റ്റോറിയൻ ലൂസി ബ്രോക്ലിയാണ് അത് ചെയ്യുന്നത് 1979. അപ്പൊ പുള്ളി ഒരു വളരെ ക്ലിയർ ആയിട്ട് 3 കേസ് സ്റ്റഡി പറയുന്നുണ്ട്. പ്ലാന്റ് ട്രാൻസ്ഫർ, അതായത് നമ്മളുടെ ചിനോഹ എന്ന് പറഞ്ഞ പ്രത്യേകതരമായ ഒരു മലേറിയ ക്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം, പിന്നൊന്ന് റബ്ബർ, പിന്നൊന്ന് സിസാൽ. ഇതിന്റെയൊക്കെ കണക്ഷൻ, ഇതിനെ ട്രാൻസ്ഫർ കേസ് സ്റ്റഡി എടുക്കുകയും അതിനെപ്പറ്റി ഡീപ്പായിട്ട് റിസർച്ച് ചെയ്യുകയും അതിനെ അവസാന കാലശേഷത്തിൽ അതിനെ അവരുടെ ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുകയും അതിനെ ആ ബിസിനസ് വഴി അവർ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതലാക്കുകയും ചെയ്തു. അപ്പോൾ പുള്ളി ആർഗ്യൂ ചെയ്തിട്ടുണ്ട് ബൊട്ടാനിക്കൽ ഗാർഡൻസിൽ എത്രത്തോളം വെസ്റ്റില് നമുക്ക് ചെയ്യാൻ പറ്റുമോ, എക്സ്പാൻഷൻ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ നാട്ടിൽ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുക, എന്നിട്ട് അതിനെ സയന്റിഫിക് ക്രോപ്പായിട്ട് അല്ലെങ്കിൽ പ്ലാന്റേഷൻ ക്രോപ്പ്, ഒരേ ഐറ്റത്തിന് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നതിനാണ് പ്ലാന്റേഷൻ ക്രോപ്പ് എന്ന് പറയാ. അപ്പോൾ മദർ കൺട്രിയിൽ പറ്റാത്തതൊക്കെ ഇവിടെ ചെയ്ത് അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് മാറ്റി അവര് ബിസിനസ്സിലെ ഇംപ്രൂവ്മെന്റ് ചെയ്യിച്ചു. ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ കൂടുതലായിട്ട് പുതിയ മെത്തേഡും അതിനെ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒട്ടിക്കുന്ന മാവ്, അതായത് വേറെ പെട്ടെന്ന് കായ്ക്കുന്ന മാവും നല്ല മധുരമുള്ള മാങ്ങേനെ ഒട്ടിക്കൽ, ക്രാഫ്റ്റിംഗ് ചെയ്യുക, അതാണ് ഹൈബ്രിഡൈസേഷൻ. അതേമാതിരി പെട്ടെന്ന് വളരുക, നല്ല പെട്ടെന്ന് ഫലമുണ്ടാകുക, വളരെ പൊക്കം കുറഞ്ഞ
തേങ്ങ അല്ലെങ്കിൽ തെങ്ങ് മരം, ഇങ്ങനെ പല വിധത്തിലുള്ള ടെക്നിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി നമ്മൾ ഹൈബ്രിഡൈസേഷൻ നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ചെയ്തുകൊണ്ട് കൊമേഴ്സ്യലായിട്ട്. ഇതേ തന്നെ റബ്ബറും സിനോഹോണയും പ്ലാന്റ്സ് ഒക്കെ ബ്രസീലിലേക്കും കൊണ്ടുപോയി, അവിടുന്ന് ബ്രസീലിൽ നിന്ന് ഏഷ്യയിലേക്കും കൊണ്ടുവന്ന് റബ്ബർ സീഡിനെ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് പ്ലാന്റേഷൻ ക്രോപ്പില് മലയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ വലിയ മരങ്ങള്, മരത്തടികളുടെ ക്രോപ്പ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഉണ്ടാക്കി റബ്ബർ വെച്ചു. ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ട റബ്ബർ, മോട്ടറൈസേഷൻ ആവശ്യമുണ്ട്, റോഡ് ട്രാൻസ്പോർട്ടിന് റബ്ബറിന്റെ ആവശ്യമുണ്ട്, ടയറൊക്കെ ഉണ്ടാക്കാൻ റബ്ബർ വേണം. അപ്പോൾ റബ്ബർ പ്ലാന്റേഷൻ, മരങ്ങളിൽ ഹില്ലി ഏരിയയിൽ റബ്ബർ നല്ലപോലെ വളരും. ആ പാലെടുത്തിട്ടാണ് നമ്മൾ റബ്ബർ ഷീറ്റാക്കി പിന്നെ ടയറാക്കുന്നത്. അപ്പൊ എല്ലാ വിധത്തിലും അവര് പല വിധത്തിലുള്ള കമേഴ്സ്യൽ ബിസിനസ്സിന് ആവശ്യമായ കൾട്ടിവേഷൻ നടത്തുകയും ചെയ്തിരുന്നു. ഇനി യൂറോപ്യൻ ഐഡിയ എന്താണ് ചേഞ്ച് ചെയ്തത്, എവിടെയാണ് ചേഞ്ച് വന്നത്? റിച്ചാർഡ് ഗ്രോവ് ഒരു ഇക്കോളജിക്കൽ ഇമ്പീരിയലിസം, ഒരു ഇൻഫ്യൂഷൻ ആണ്. പഴയ ഇവിടെയുള്ള നോളേജും കൂടാതെ അവിടുന്ന് വന്നിട്ടുള്ള ബൊട്ടാനിക്സ് അല്ലെങ്കിൽ എക്സ്പേർട്ട് ആയവരുടെ അറിവിനെയും കൊണ്ട് മെർജ് ചെയ്യുക. അങ്ങനെയാണ് ഈ യൂറോസെൻട്രിക് ഐഡിയ ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്ക് മാറുന്നു. പല ചെടികളെ പറ്റിയും പല ആനിമൽസിനെ പറ്റിയും ഈ നോളേജ്, കോളനിയിലുള്ള നോളേജും എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ നാച്ചുറൽ സയന്റിസ്റ്റിന് ആർഗ്യുമെന്റ് ചെയ്യാൻ പറ്റും. ജോഗ്രഫിക്കലി അവർ എക്സ്പെഡീഷൻസ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ പല കാര്യങ്ങളിൽ പല രാജ്യങ്ങളിലേക്ക് സന്ദർശിക്കുക, അവിടെയുള്ള ബോട്ടണിക്കൽ റിസർച്ചിനെ പറ്റി പരാമർശിക്കുക, അതിനെപ്പറ്റി അറിയുക, അതിനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. ഇനി ബൊട്ടാനിക്കൽ ഗാർഡൻസ് ഇവിടെ ഉണ്ടാക്കി. ഈ ഗാർഡൻസ് വഴി ഓരോ ഗ്ലോബൽ ഏത് ഏരിയയിൽ ഏത് തരത്തിലുള്ള ചെടി വളരും, അതുകൊണ്ട് എന്താണ് നാച്ചുറലി വ്യത്യാസം വരുന്നത്, അത് ഫാർമസ്യൂട്ടിക്കൽ യൂസില്, ഫാർമസി എന്ന് വെച്ചാൽ മെഡിസിൻസ് ഉണ്ടാക്കുക, ആ മെഡിസിനിലേക്ക് ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മളിപ്പോ പറയുന്നുണ്ട് മഞ്ഞള് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മഞ്ഞള് വളരെ ക്യൂർ ചെയ്യുന്ന ഒരു സാധനമാണ്. അതേമാതിരി തന്നെ ക്ലോവ്, അങ്ങനെ പല നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മളുടെ കേരളത്തിലുള്ള സാധനങ്ങൾ പല വിധത്തിലും നമ്മൾക്ക് മെഡിസിനിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പരാമർശിക്കുകയും ഡച്ചും പോർച്ചുഗീസ് ബോട്ടണീസ് ഒക്കെ ഈ ഫീൽഡിൽ വന്ന് ഇവിടെ റിസർച്ച് ചെയ്തിരുന്നു. ഇതിനെയൊക്കെ അവർ ലിങ്ക് ചെയ്തു, മെഡിസിനും ബോട്ടണിയുമായിട്ട് ലിങ്ക് ചെയ്ത് ഏഷ്യയിലും വെസ്റ്റ് ആഫ്രിക്കയിലും കരീബിയനിലും ബ്രസീലിയൻ റീജിയനിലൊക്കെ വളരെ കാര്യമായിട്ട് പടർന്ന് പഠിക്കുകയാണ് ആ കാലഘട്ടങ്ങളിൽ. സൗത്ത് ഈസ്റ്റ് ഏഷ്യയില് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്ന് വെച്ചാൽ, ഈ സമയത്ത് യൂറോപ്യൻ കോളനൈസേഷൻ ഇവിടെ ഉള്ള സമയത്താണ് ഇതിനെയൊക്കെ പറ്റി അവർ പരാമർശിച്ച് സോഷ്യലായിട്ടും ഇക്കണോമിക്കലും അതിന്റെ കോൺസിക്വൻസസ് ഉണ്ട്. കോൺസിക്വൻസസ് എന്ന് പറഞ്ഞാൽ അതിന്റെ പരിണാമം, ആ പരിണാമത്തിൽ കൂടെ എൻവയറമെന്റിൽ എത്രത്തോളം സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എത്രത്തോളം അതിന്റെ കൺസേൺസ് മാറി, എത്രത്തോളം സാധനങ്ങൾ, എത്രത്തോളം സ്ഥലങ്ങൾക്ക് പ്രശ്നം വന്നു, ഏതൊക്കെ മൃഗങ്ങളോ ചെടികളോ ആണ് ഡിസ്റ്റിങ്ഷൻ ആയി പോയത്, ഇങ്ങനെയൊക്കെ നമ്മൾ പരാമർശിച്ച് മനസ്സിലാക്കുന്നു. അതേമാതിരി 1970 ഒരു ട്രൈബലിന്റെ പ്രോബ്ലംസ്, പെസന്റ് മൂവ്മെന്റ്, കർഷകരുടെ മൂവ്മെന്റ്, അവരുടെ സ്ഥലം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മാറിക്കൊടുക്കാണ്ടിരിക്കുക, അതിനെപ്പറ്റി ഡാംസ് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത് ലാർജ് ഡാംസ്, നമ്മൾ ചിക്കു ഡാംസിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട് നേരത്തെ. അങ്ങനെ വരുമ്പോൾ അതിൽ എത്രത്തോളം അവിടെ താമസിക്കുന്നവർക്കും അവിടുത്തെ ചെടികൾക്കും ഉപകാരം ഉണ്ടാവുമോ അല്ലെങ്കിൽ വരുമോ, അങ്ങനെ പ്രശ്നങ്ങൾ ഒരുപാട് വരികയും ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. ഇതില് ഈ കാലഘട്ടത്തിലാണ് ഞാൻ പറഞ്ഞത് ചിക്കു മൂവ്മെന്റ്. ഇവിടെ അവര് ആ ചിക്കു മൂവ്മെന്റിൽ പ്രത്യേകമായിട്ട് സ്ത്രീകളും കർഷകരുമാണ് ഈ മൂവ്മെന്റ് കൂടുതലായിട്ട് പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഹിമാലയത്തിലുള്ള ചെടികളെയാണ്, മരങ്ങളെയാണ്. ആ മരങ്ങളിൽ കൂടി ഇവരുടെ പ്രൊട്ടക്ഷൻ, കാരണം അവരിങ്ങനെ ചെടീനെ നിങ്ങൾ മരം മുറിക്കുന്നതിന് മുമ്പ് ഞങ്ങളെ വെട്ടിമാറ്റൂ എന്നുള്ള ലെവലില് അവർ മരങ്ങളെ കെട്ടിപ്പിടിച്ച് നിൽക്കുകയും, അപ്പോൾ അത് വേൾഡ് വൈഡ് ആയിട്ട് ഒരു ഹിസ്റ്ററി അല്ല ഒരു ന്യൂസ് ആയി സ്പ്രെഡായി. ആ കാലഘട്ടത്തിൽ 1970 അതിനെ ഒരു വളരെ
പ്രധാനമായ ഒരു ന്യൂസായിട്ട് മാറുകയും ആ ന്യൂസ് വേൾഡ് എൻവയറമെന്റൽ ട്രാൻസാക്ഷൻസ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ ഇതിനെപ്പറ്റി ഒരു സംസാരം വരികയും ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയും ചെയ്തു. കാരണം അവർ സമ്മതിക്കില്ല മരങ്ങൾ മുറിക്കാൻ എന്നുള്ളതാണ് ഈ ചിപ്കോ മൂവ്മെന്റിന്റെ പ്രധാനമായിട്ടുള്ളതും. പ്രത്യേകിച്ച് സ്ത്രീകളും കർഷകരും തമ്മിലുള്ള അവരാണ് പ്രഷർ. ചെടികളെ അല്ലെങ്കിൽ മരങ്ങളെ അവർ അവരുടെ സ്വന്തം കുഞ്ഞുങ്ങളെ മാതിരി നോക്കുന്നു. ഇനി നിയോ യൂറോപ്പിൽ എന്താ നടക്കുന്നത് വെച്ചാൽ, യൂറോപ്പിലെ ഇൻഡിജിനിയസ് ആയിട്ടുള്ള പോപ്പുലേഷൻ അല്ലെങ്കിൽ അവിടെ നാട്ടിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള റിസോഴ്സസ് അതിന് കൂടി അവർക്ക് പ്രൊഡക്ഷൻസ് കുറഞ്ഞു. അവരുടെ എക്കോളജിക്കൽ ബേസിസിൽ ഇന്ത്യയിലും യൂറോപ്പിലും പറ്റാത്തത് നിയോ യൂറോപ്പ് എന്ന് പറയുന്നു. അപ്പൊ പൊളിറ്റിക്കലായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഈ കോളനികളിൽ നിന്ന് അവർ കൊണ്ടുപോകുന്ന സാധനങ്ങൾ, നാച്ചുറൽ റിച്ചസ്, അവരുടെ പ്രോപ്പർട്ടീനെ, ഇന്ത്യൻ പ്രോപ്പർട്ടീനെ ആയിക്കോട്ടെ യൂറോപ്യൻ പ്രോപ്പർട്ടി ഇൻഡസ്ട്രിയൽ സിറ്റീസിന് വേണ്ടി കൊണ്ടുപോകുമ്പോഴത്തേക്കും അവരുടെ ബിസിനസ് ആണ് ഇംപ്രൂവ് ആവുന്നത്. ഷുഗർ, ടീ, ചായ, സ്പൈസസ്, കോട്ടൺ, ഇൻഡിഗോ ഭയങ്കര കോസ്റ്റ്, ഇവിടത്തെ ചെറിയ കോസ്റ്റിലും അതേമാതിരി ചെറിയ ലേബറിലും ചെയ്യിപ്പിച്ചിട്ട് അവർ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാവുന്നു. ഇനി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വർക്കിനെ പറ്റി പറയുമ്പോൾ, ഈ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് വന്നത് ഇന്ത്യയിൽ. അതിനുശേഷമാണ് ട്രേഡിംഗ് പ്ലാൻ ഉണ്ടാക്കുകയും അതിനെപ്പറ്റി ഇവിടെ ട്രേഡിങ്ങിന് ബിസിനസ്സിന് വേണ്ടി വന്ന് താമസിച്ച് പതുക്കെ അവർ ഈ സ്ഥലത്തിന്റെ മാസ്റ്റർ ആവുന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഓപ്പിയം കൾട്ടിവേഷൻ ബംഗാളിൽ ചെയ്തു. ഓപ്പിയം എന്ന് വെച്ചാൽ ഒരു ചരസ് കാഞ്ച എന്നുള്ള ലെവലിലുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇവർ ചൈനയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു. ഓപ്പിയത്തിന് ഇവിടെ കൾട്ടിവേറ്റ് ചെയ്യുക, അവിടെ കൊണ്ടുപോവുക. ചൈനയ്ക്ക് അടുത്തല്ലേ, ഇന്ത്യയുടെ അടുത്തല്ലേ ചൈന. ഇത് കഴിച്ചു കഴിഞ്ഞാൽ, ഓപ്പിയം കഴിച്ചു കഴിഞ്ഞാൽ യങ് ആയിട്ടുള്ള ആൾക്കാരുടെ ശരീരശക്തി കുറയും, ലിത്താർജിക് ആവും. അപ്പോ ഗവൺമെന്റ് ചൈന ഇത് ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല, അവരുടെ നാട്ടിലുള്ള യൂത്തിനെ നശിപ്പിക്കുന്ന ഒരു സാധനമാണ് ഓപ്പിയം, ചരസ്, കഞ്ച. ഈ ട്രീ പ്ലാന്റേഷനെ പറ്റി പറയുമ്പോൾ ഇവിടെ 2000 ടീ പ്ലാന്റ്സും 17,000 ടീ സീഡ്സും ചൈനയിൽ നിന്ന് കൊണ്ടുവരികയും അതിനെ ഇവിടെ കൾട്ടിവേഷൻ ചെയ്യുകയും ചെയ്തു. അതേമാതിരി തന്നെ ചൈനീസ് എക്സ്പെർട്സ് ഇന്ത്യയിൽ വരിക, ടീ പ്ലാന്റേഷനെ സൂപ്പർവൈസ് ചെയ്യുക, ടീ പ്ലാന്റേഷൻസിനെ പറ്റി എങ്ങനെയാണ് അതിനെ ലീഫിനെ പൗഡർ ആക്കുക എന്നുള്ള ഹൗസ് ഹോൾഡ് എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു കൊടുത്തു. പ്ലാന്റേഷൻ ചെയ്തു, പ്രൈവറ്റൈസ് ചെയ്തു. ഹിൽസിന്, മരങ്ങളിൽ അല്ലെങ്കിൽ എങ്ങനെ ഇതിനെ ട്രൈബൽ ആൾക്കാരെ കൊണ്ട് തന്നെ അത് ഉണ്ടാക്കിപ്പിക്കുക, അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുക. അപ്പൊ ഹിമാലയാസിലും അതേമാതിരി ആസാം വാലിയിലും നമ്മൾ ഈ കൺവേർട്ട് ചെയ്യുന്ന മലകളെയും വെസ്റ്റേൺ ഗാർഡ്സിനെയും മാസീവ് ലാർജ് സ്കെയിലിൽ അതിന് ട്രീ പ്ലാന്റേഷൻസ് ആയിട്ട് മാറ്റുക ചെയ്യുന്നത്. ഇവിടെ ഇന്ത്യൻ ഇൻഡസ്ട്രീസ് ഇതിനുശേഷം യൂറോപ്യൻ ഇൻഡസ്ട്രീസ് കമ്പനിയിൽ എന്താ വരുന്ന വെച്ചാൽ ഇതിൽ പ്രൊമോഷൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കോട്ടൺ, ഇൻഡിഗോ, ഹെമ്പാണ്. അവരുടെ ഇൻഡസ്ട്രിയൽ യൂസിന് വേണ്ടി കൊണ്ടുപോകുന്നു. അതിനുശേഷം ചോട്ടാ നാഗ്പൂരിൽ അവര് ഫോറസ്റ്റിനെ കൺവേർട്ട് ചെയ്ത് മൈൻസ് ഉണ്ടാക്കുന്നു. മൈൻസ് എന്നുള്ള ധാതുക്കളെ എടുക്കുകയാണ്. ഫാർമേഴ്സിനെ ട്രബിൾ ചെയ്യുന്നുണ്ട്. ഫിഷർമാനും ട്രൈബലിനും എല്ലാവർക്കും അവരുടേതായ സ്വന്തം പ്രോപ്പർട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട്. അതേമാതിരി അതിനെ വലിയ ലാർജ് സ്കെയിലിൽ ഒരേമാതിരി പാസ്റ്റേഴ്സ് ഉണ്ടാക്കിയും അതിനെ ചെയ്യുന്നു. 1869 സുയസ് കനാൽ ഓപ്പണിംഗ് ആണ്. സുയസ് കനാൽ ബിറ്റ്വീൻ കണക്ഷൻ ചെയ്യുന്നത് റെഡ് സീയും ബ്ലാക്ക് സീയാണ്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്കും ഇത് പെട്ടെന്നുള്ള നാവിക സൗകര്യമാണ് ഈ സുയസ് കനാൽ ഓപ്പണിംഗ്. ഇറ്റ്സ് എ മാൻ മെയ്ഡ് കനാലാണ്, മനുഷ്യനായിട്ട് ഉണ്ടാക്കിയ ഒരു കനാലാണ് ഈ രണ്ട് സമുദ്രങ്ങളെ കണക്ട് ചെയ്യുക ആഫ്രിക്കയുടെ സൈഡില്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ആഫ്രിക്ക ചുറ്റി 6 മാസം കൊണ്ടാണ് യൂറോപ്പിൽ നിന്ന് ഇവിടെ എത്തുക. ഈ സ്റ്റീം എഞ്ചിൻ പോവാൻ വേണ്ടിയിട്ട് യൂറോപ്യൻ കനാൽ, സുയസ് കനാൽ ഓപ്പൺ ചെയ്ത് ആ US കനാൽ വഴി സമയം കുറച്ച് 15 ദിവസം കൊണ്ട് ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള ട്രാൻസ്പോർട്ട് കുറയ്ക്കാനും കോള് കുറയ്ക്കാനും എല്ലാത്തിനും അവർക്ക് മനുഷ്യന് സൗകര്യം ഉണ്ടാക്കുന്നതാണ് സുയസ് കനാലിന്റെ ഓപ്പണിംഗ് 1869 ശേഷം. പിന്നെ വരുന്നത് രണ്ടാമത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ ആണ്. രണ്ടാമത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് എഞ്ചിനീയറിംഗ് പ്രോഡക്ട്സ് ക്ലിയർ ചെയ്യുന്ന, ഫോറസ്റ്റ് ക്ലിയർ ചെയ്യാനും മരങ്ങൾ മുറിക്കാനും ക്യാഷ് ക്രോപ്സ് കൾട്ടിവേഷൻ ചെയ്യാനുള്ള യൂറോപ്യൻ വലിയ വലിയ മെഷീനറീസ് ആണ്. പിന്നെ അതേമാതിരി തന്നെ റെഫ്രിജറേറ്റർ, കാർ,
19ാം നൂറ്റാണ്ടിൽ ഇൻഡസ്ട്രിയലൈസ്, അതായത് മാംസത്തിനെ പ്രൊഡക്ഷൻ ചെയ്ത് ഒരു കോണ്ടിനെന്റിൽ നിന്ന് അടുത്ത കോണ്ടിനെന്റിൽ കൊണ്ടുപോകണമെങ്കിൽ ആ റെഫ്രിജറേറ്റർ, ഫ്രീസർമാരെയുള്ള വലിയ ഇൻവെൻഷൻ ഉണ്ടായി. അങ്ങനെ വരുമ്പോൾ സ്റ്റോറേജ് കൂടുതൽ പറ്റും. സ്റ്റോറേജ് കൂടുതലായിട്ട് ഈ റെഫ്രിജറേറ്റർ വെച്ചിട്ടുള്ള ഷിപ്പുകളിൽ കൂടി ഈ ലൈഫ് സ്റ്റോക്കിനെ അല്ലെങ്കിൽ മൃഗങ്ങളുടെ മാംസത്തിനെ ലൈഫ് സ്റ്റോക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക, അതേമാതിരി മാംസം ട്രാൻസ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നാണ്. കാരണം ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ അഗ്രികൾച്ചറിലായിരുന്നു. ഇവിടെ ലൈഫ് സ്റ്റോക്കും അതേമാതിരി ലാർജ് സ്കെയിലിലെ മെഷീനറീസുമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഈ സമയത്ത് നമ്മൾ റോ മെറ്റീരിയൽസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് റിക്വയർഡ് ആയിട്ടുള്ള ആ സമയത്ത് ടെക്സ്റ്റൈൽസ്, മിനറൽസ്, കോള്, ഫുഡ് പ്രോഡക്ട്സ്, ഇതും ട്രാൻസ്പോർട്ട് ചെയ്യുന്നു കപ്പൽ വഴി കൂടുതലായിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. ക്യാഷ് ക്രോപ്സ് എന്ന് വെച്ചാൽ പണം സാധനങ്ങൾ വിറ്റിട്ടുണ്ടാക്കുന്ന പണം. അപ്പൊ യൂറോപ്യൻ മാർക്കറ്റിൽ ഏതൊക്കെ ഐറ്റംസ് വിൽക്കാൻ പറ്റുമോ, ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ, അതിനാണ് ഇവിടെ പ്രാധാന്യം. ഇവിടെ സിമ്പതിയായിട്ട് ഒരു പെസന്റിന്റെ അടുത്തും അല്ലെങ്കിൽ ഒരു കർഷകനോടും വലിയ സിമ്പതി ഒന്നും ഇല്ല. ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ ഫ്രഞ്ചുകാരോ ഇവിടെ വന്ന് സ്ഥലങ്ങൾ വലിയ ലാർജ് സ്കെയിലിൽ മേടിക്കുകയും അതിനെ അവര് പ്ലാന്റേഷൻസ് ആക്കുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ദയവൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കർഷകന് കഷ്ടകാലം തന്നെയാണ് ആ സമയത്ത്. പ്രൈവറ്റൈസേഷൻ ചെയ്യുന്നു. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്പൈസ്, കേരളത്തിൽ നിന്നുള്ള സ്പൈസ്, കോട്ടൺ, ഷുഗർ കെയിൻ ആൻഡ് ഹമ്പ്. അപ്പൊ അങ്ങനെ ക്യാഷ് ക്രോപ്സ് ആക്കി അവർ ബിസിനസ് ചെയ്ത് കൺവേർട്ട് ചെയ്യുന്നു. ഈ കൊളോണിയൽ സ്റ്റേറ്റ്സിലെ ടാക്സസ് ഉണ്ടായിരുന്നു. യൂറോപ്യൻ കാലഘട്ടത്തിൽ നമ്മൾ കാണുന്നുണ്ട് ടാക്സ് അടയ്ക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ കരമടയ്ക്കുക, ഇറിഗേഷൻ ആവശ്യമായ പോണ്ട് ഉണ്ടാക്കുക, അല്ലെങ്കിൽ കോളനികൾ ഈ ആവശ്യമായ വെള്ളമില്ലെങ്കിൽ വെള്ളത്തിന് ഉള്ള ടാക്സ് കൊടുക്കുക എന്നുള്ളതൊക്കെ കാര്യങ്ങളുണ്ട്. അതേമാതിരി തന്നെ ഈ റീപ്ലേസിങ് ഫോറസ്റ്റ് ഉള്ള ഒരെടുപ്പ് അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള മരങ്ങൾ അല്ലെങ്കിൽ വാല്യബിൾ ആയിട്ടുള്ള മരങ്ങൾ, ഈ മരങ്ങളുടെയൊക്കെ ഉപകാരം ടീക്ക, സാല, ഡിഡോഡർ, ഇതിനെയൊക്കെ വലിയ മരങ്ങൾ കപ്പൽ ഉണ്ടാക്കാൻ ആവശ്യമുണ്ട്. ആ കപ്പൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള മരങ്ങൾ ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ടു പോകുമ്പോഴത്തേക്കും അത് അവർക്ക് വളരെ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ, റെയിൽവേസിനും ഫാക്ടറീസിനും ഫേർണിച്ചറിനും കാർട്ടിനും പാക്കേജ് സാധനങ്ങൾ, മെറ്റീരിയൽസ് കവർ ചെയ്യാനും ഇതിനൊക്കെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനെയൊക്കെ വലിയ മരങ്ങളെ കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. കൊളോണിയൽ പ്ലാന്റേഴ്സിന് വളരെ കാര്യമായിട്ടുള്ള ബിസിനസ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ വഴി ഈ കാലഘട്ടത്തിൽ. ഇതേ സമയം ഇക്കോളജിക്കൽ ഇമ്പീരിയലിസത്തിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ റെഫർ ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാർ ടൈമാണ്. അപ്പോൾ ഗ്ലോബലി ക്യാപിറ്റലിസം വന്നുകൊണ്ടിരിക്കുക, എല്ലാവരും ബിസിനസ് ചെയ്യാണ്. അപ്പൊ ബ്രിട്ടീഷ് എംപയർ ഇങ്ങനെ പതുക്കെ സെക്കൻഡ് വേൾഡ് വാർ സമയത്ത് തളർന്നു പോവുകയും അതിനുശേഷം USA അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ എമർജൻസ്, പവർഫുൾ ആയിട്ടുള്ള എമർജൻസി വരികയും അപ്പൊ ലേബർ പവർ അവരെ കുറയുന്നു. അതേമാതിരി തന്നെ പ്രൊഡക്ഷൻ കൺട്രോൾ ഓവർ പെട്രോളിയം, ഈ സെക്കൻഡ് വേൾഡ് വാർ ടൈമിലാണ് പെട്രോളിയം പ്രോഡക്ട്സിനെ പറ്റി അറിയുന്നതും അതിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാമെന്ന് നമ്മൾ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനിൽ യൂട്ടിലൈസ് ചെയ്യാൻ വിചാരിക്കുന്നു. അതിനുശേഷം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ഈ വാർ, അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഒരു കോൾഡ് വാർ ഉണ്ട് 1990s. ഒരു പവർഫുൾ ആയിട്ടുള്ള വെസ്റ്റില് USA-യും ഈസ്റ്റില് USSR-ഉമാണ് പവർഫുൾ ആയിട്ട് വരുന്നത് ആ കാലഘട്ടങ്ങളിൽ. ഇനി ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇവര് ബാങ്കിങ് സിസ്റ്റമാണ്. അമേരിക്കൻ സിസ്റ്റം വന്ന ശേഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ലൈക്ക് UN-യുടെ ഫോർമേഷനൊക്കെ അതിനുശേഷം ഇത് വരികയും ഇതിലെ ബ്രിട്ടൻ വുഡ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി എങ്ങനെയാണ് ബിസിനസ് ചെയ്യേണ്ടത്, ഇന്റർനാഷണലി ട്രേഡ്, അതേമാതിരി ഇന്റർനാഷണലി എങ്ങനെയാണ് ടാരിഫ് എങ്ങനെ കളക്ഷൻ ചെയ്യണം, ഇതിനൊക്കെ പറ്റി പരാമർശിച്ച് അതിനെപ്പറ്റി കൺട്രോൾ ചെയ്ത് ഒരു കണ്ടീഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഫുഡ് പ്രൊഡക്ഷനിലും അതേമാതിരി എനർജി കൺവേർഷൻ ഓഫ് എനർജിയിലും ഒരു കൺട്രോൾ വരുന്നുണ്ട്. ബനാന റിപ്പബ്ലിക് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ വാട്ടർ ബോഡീസിനെ ഇവിടെയുള്ള ആൾക്കാരെ മാറ്റി ഗോട്ടെമാല
ഹോണ്ടറസ്, നിക്കാറ, ഇതൊക്കെ മുഴുവനും പനാമ, അതായത് സെൻട്രൽ അമേരിക്കൻ പാർട്ടാണ് ഈ ഭാഗങ്ങൾ. അവിടെയുള്ള സോയിലിനെ പനാമ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊഡ്യൂസ് ബനാന, അതില് ഉള്ള നടുഭാഗം ഇന്ത്യ എന്താ നോർത്ത് അമേരിക്കയും സൗത്ത് അമേരിക്കയും നടുവിലാണ് ഈ പറയുന്ന ഈ കോസ്റ്ററിക് ഐലൻഡ്സും ഹോണ്ടോറസും ഒക്കെ. അവിടെ ബനാന നല്ല പ്രൊഡക്ഷൻ ഉണ്ട്. അതിനെ മോണോക്രോപ്പിംഗ് ചെയ്ത് അതിനെ ഇക്വഡാറിൽ കൊണ്ടുപോവുക. അതിനുശേഷം അവിടെ ആനിമൽസിനെയും വളരെ സ്പീഷ്യസ് ആയിട്ടുള്ള ആനിമൽസ്, സ്പെഷ്യൽ ആയിട്ടുള്ള ആനിമൽസ്, ക്രോപ്പ് പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ആ കാലഘട്ടങ്ങളിൽ. ഇനി ചീപ്പ് ഹാംബർഗർ. ഇവിടെ എന്താന്ന് വെച്ചാല് വലിയ മരങ്ങൾ വിട്ടുകയും അതിനെ കൺവേർട്ട് ചെയ്ത് പാസ്ചറൈസ് ചെയ്ത് പാലിനും മാംസത്തിനും ലെതറിനും വേണ്ടി നമ്മൾ പശുവിനെയും എരുമേനെയും അല്ലെങ്കിൽ പ്രോഡക്ട്സ്, ഡയറി ആനിമൽസിനെ വളർത്തുന്നു വലിയ സ്കെയിലില്, അല്ലെങ്കിൽ പോൾട്രി ഫാം. ഇങ്ങനെ വളർത്തി കഴിഞ്ഞിട്ട് പിന്നെ അതിനെ ഹാംബർഗാക്കി, ആ ബീഫിന്റെ മീറ്റിനെ ഹാംബർഗാക്കി മാറ്റുന്നു. അതിന് സെൻട്രൽ അമേരിക്കയിൽ വലിയ സ്പ്രെഡ് കൊടുക്കുന്നു. എക്കോസിസ്റ്റത്തിൽ ഇങ്ങനെ ഈ ആനിമൽസിനെ കൊണ്ടും മനുഷ്യരെ കൊണ്ടും ലേബർ വർക്ക് ചെയ്യിപ്പിക്കുക. പ്ലാന്റേഷനിൽ സപ്പോർട്ട് ചെയ്തിട്ട് അമേരിക്കൻ കോർപ്പറേറ്റ് ഷുഗർ, ബനാന, റബ്ബർ കൾട്ടിവേഷൻ ചെയ്ത് പിന്നെ ഇൻഡസ്ട്രിയൽ അല്ലെങ്കിൽ റെയിൽവേ ഇൻഫ്രാസ്ട്രക്ചറും ലാൻഡും ഒക്കെ വളരെ ചീപ്പായിട്ട് വിൽക്കുകയും, US-ന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. ലാറ്റിൻ അമേരിക്കയിലും അവർ ഇതേമാതിരിയുള്ള ഡോമിനേഷൻ കൊണ്ടുവന്ന് ഇക്കോളജിക്കൽ എക്സ്പ്ലോയിറ്റേഷൻ, നല്ലപോലെ ഇക്കോളജിനെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് കൊണ്ടുപോയി. ഇനി 21ാം നൂറ്റാണ്ടിൽ ഒരു ഗ്ലോബൽ ഡിപ്ലോമസി കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞിടത്തോളം നാച്ചുറൽ റിസോഴ്സസ് ഉപയോഗിക്കാം, പക്ഷെ അവിടെയുള്ളവരുടെ അല്ലെങ്കിൽ ആ ടെറിട്ടറിയിലുള്ള ഇക്കണോമിക് ഗ്രോത്തിനെയും കമേഴ്സ്യൽ ആക്ടിവിറ്റിനെയും അധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട്, അതാണ് ഈ ഗ്ലോബൽ ഡിപ്ലോമസി വഴി നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവരുടെ ഇക്കോളജിക്കൽ മീറ്റ്, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളും റോ മെറ്റീരിയൽസും പെട്രോളിയം റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പെട്രോളിയത്തിനെ നമ്മൾ അവൈലബിൾ സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കണം, അതിന് കെയർ ചെയ്യണം എന്നുള്ളതാണ് ഈ ഗ്ലോബൽ ഡിപ്ലോമസി വഴി നമ്മൾ പരാമർശിച്ചിട്ടുള്ളത്. ഈ ചാപ്റ്ററിന്റെ അവസാനം ഇതോടുകൂടി തീരുന്നു. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോവാണ്. യൂണിറ്റ് 9-ല് ഇത്രത്തോളം നമ്മൾ ജീവിതത്തിൽ അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് എടുക്കുമ്പോൾ അതിനൊരു ഡിബേറ്റ്സ് ഉണ്ടാകുന്നു. അതിനെപ്പറ്റിയുള്ള ഡിബേറ്റ് നടക്കുകയാണ്, ചർച്ചകൾ നടക്കുകയാണ്. ഹെൽത്തിന്റെ ഇഷ്യൂലായാലും ശരി, മെന്റൽ ഹെൽത്തിലായാലും ശരി, സോഷ്യൽ വെൽബീയിങ്ങിലായാലും ശരി, ഇതിനെപ്പറ്റി പരാമർശിച്ച് വളരെ കാര്യമായിട്ടുള്ള ഡിബേറ്റ്സ് ആണ് നടക്കുന്നത്. ഈ ടേം തന്നെ എന്തുകൊണ്ടാണ് ഇത്രത്തോളം മനസ്സിനെയും മനുഷ്യന്റെ ജീവജാലങ്ങളെയും അവൻ താമസിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ മെച്യൂരിറ്റി വരുമ്പോൾ ഓർഗനൈസേഷൻ, ആ ലിവിങ് ഓർഗനിസത്തിലെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഭയങ്കര ഹെവി ആയിട്ടുള്ള ചർച്ചകൾ, പരാമർശങ്ങൾ നടക്കുന്നു. അതിന്റെ പരിണാമമായിട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടത് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ വെൽബീങ് ആണ്. നമ്മൾ സെക്യൂർ ആയിട്ട് ജീവിക്കാൻ പറ്റണം, നല്ലൊരു ലിവിങ് വേണം, നല്ലൊരു ലിവിങ് എൻവയറമെന്റ് വേണം. ഫിസിക്കലി മാത്രമല്ല, മെന്റലി, സൈക്കോളജിക്കലി, സോഷ്യലി എല്ലാത്തിനും ഒരു ഹെൽത്ത് ഇഷ്യൂസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിന്, മനുഷ്യനും മനുഷ്യന്റെ ആരോഗ്യം, ഈ ഹെൽത്ത് അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ആരോഗ്യം, ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളിൽ ഉപയോഗിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിന്റെ ഭൂമിയെ നശിപ്പിക്കാണ്ടിരിക്കുക. ആ കാലഘട്ടങ്ങളിൽ നമ്മൾ വളരെ കാര്യമായിട്ട് WHO പറഞ്ഞിട്ടുണ്ട്, റെക്കഗ്നേഷൻ, ഹെൽത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ ഊർജം കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ മനസ്സിനെയും മനുഷ്യന്റെ ഹെൽത്തിനെയും ഉപദ്രവിക്കാണ്ടുള്ള എക്സ്പാൻഷൻ, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കാണ്ടുള്ള ഗ്രോത്ത് ഉണ്ടാക്കണമെന്നാണ് UN പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ എൻവയറമെന്റൽ ആയിട്ടുള്ള ഹെൽത്ത് എങ്ങനെയാണ് വരുന്നത് വെച്ചാല്, ഒരു മനുഷ്യൻ, നമ്മളിപ്പോ സാധാരണ തന്നെ കാട്ടിൽ പോയി കുറച്ചു നേരം ഇരിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമാണ്, നല്ല ഓക്സിജൻ കിട്ടും, ഫ്രഷ് ഓക്സിജൻ കിട്ടും. ആ ഫ്രഷ് ഓക്സിജൻ നമ്മളുടെ ബ്രെയിനിലേക്ക് കയറുമ്പോൾ നമുക്ക് സുഖമായ ജീവിതം, സുഖമായ ഉറക്കം, ഇതൊക്കെ എഫക്ട് ചെയ്യുന്നത് നല്ല ക്വാളിറ്റി ലൈഫ് വേണം, ആ ഹെൽത്തി ലൈഫ് വേണം. ഭ്രാന്ത് പിടിക്കാണ്ട് ബിൽഡിങ്സ് കെട്ടി എന്താ പറയാ, കോൺക്രീറ്റ് ജംഗിൾ ആക്കാണ്ട്, ഡീഫോറസ്റ്റേഷൻ ചെയ്യാണ്ട്, കാര്യങ്ങൾ സൂക്ഷിച്ച്, അല്ലെങ്കിൽ ഡിസീസ് ഉണ്ടാക്കാണ്ട്, വളരെ കാര്യമായിട്ടുള്ള സ്പ്രെഡിങ് ആണ്. പെട്ടെന്ന് ഈ
അസുഖങ്ങൾ പടർന്നു പിടിക്കാണ്ടിരിക്കാൻ നോക്കുക, അതിനെ എത്രത്തോളം പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ പ്രിവെൻഷൻ ചെയ്യാൻ നോക്കുക, വരാണ്ടിരിക്കാനായിട്ടുള്ള ഇഞ്ചക്ഷൻസ് എടുക്കുക, ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ നമ്മളുടെ കാറ്റ്, ഫുഡ്, വെളിച്ചം, വെള്ളം, എനർജി എല്ലാത്തിനും ഡാമേജ് വരാൻ പാടില്ല. ഇതൊക്കെ അവോയ്ഡ് ചെയ്താൽ തന്നെ മനുഷ്യൻ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കൺട്രോളിൽ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് കൂടിയോ, അർബനൈസേഷൻ എന്ന് വെച്ചാൽ സ്ഥലങ്ങൾ വലിയ വലിയ പട്ടണങ്ങളായിട്ട് മാറുക, ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ഫാക്ടറികളിൽ നിന്ന് വരുന്ന വെള്ളം അല്ലെങ്കിൽ ഫാക്ടറിയിൽ നിന്ന് വരുന്ന വേസ്റ്റ് വെള്ളത്തിൽ ഇറക്കുമ്പോൾ ആ വെള്ളം നശിക്കുന്നു. അതേമാതിരി എയറിൽ വരുമ്പോൾ അവിടെ അത് മനുഷ്യൻ മാസ്ക് ഇട്ട് ധരിക്കേണ്ടി വരുന്നു, നാളെ ഓക്സിജൻ കയ്യിൽ കൊണ്ട് നടക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. കാരണം അത്രത്തോളം പൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഡൽഹിയിൽ തന്നെ ഒരു സമയമുണ്ട്, പൊല്യൂട്ടഡ് ആയിട്ട്, എയർ ഈസ് പൊല്യൂട്ടഡ്. അപ്പൊ അങ്ങനെ വരുമ്പോ കാഴ്ച കാണില്ല, രാവിലെ ഒന്നും വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഒരു ലെവലായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ WHO പറഞ്ഞിട്ടുള്ളത് ഹെൽത്തിനെ എത്രത്തോളം നമ്മൾ സൂക്ഷിക്കുന്നുവോ, എത്രത്തോളം ഗവൺമെന്റ് അതിന് പ്രൈമറി ഹെൽത്ത് സെന്റർ ഉണ്ടാക്കുകയും അതുവഴി ആർട്ടിക്കിൾ 25 യൂണിവേഴ്സൽ ഡിക്ലറേഷൻ UNOന്റെ ഹ്യൂമൻ റൈറ്റ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇന്റർനാഷണൽ ലോയിൽ വഴി പറഞ്ഞിട്ടുള്ളത് ഒരു കാരണവശാലും മനുഷ്യന്റെ മനസ്സിനെയോ അല്ലെങ്കിൽ മനുഷ്യന്റെ ആരോഗ്യത്തിനോ നശിപ്പിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് അത്രത്തോളം നിങ്ങൾ കൺട്രോൾഡ് ആയിട്ട് ചെയ്യണമെന്നാണ് UNO പറയുന്നത്. ഇനി അൽമാറ്റ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് ഡിക്ലറേഷൻ, ഇന്റർനാഷണൽ ഡിക്ലറേഷൻ. ഇതിനെ പറ്റി എന്താ പറയുന്നത് വെച്ചാൽ പ്രൈമറി ഹെൽത്ത് കെയർ, പ്രൈമറി സെന്റേഴ്സ് വേണം ഇമ്മീഡിയറ്റ് ആയിട്ട്. ആദ്യമായിട്ട് ഹെൽത്ത് കെയർ ഇമ്മീഡിയറ്റ്, നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട് വേണം നമ്മളെ രക്ഷിക്കാനായിട്ട്. അതേമാതിരി തന്നെ നമ്മൾക്ക് ആവശ്യമായ മൂന്നാം ലോകത്തിൽ ഇപ്പോൾ ഇന്റർനാഷണൽ ലേബർ കൊണ്ടുവന്നിട്ടുണ്ട്, ലോ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഇന്റർനാഷണലിസത്തിൽ കൂടെ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ഇത് നാളെ എല്ലാവരും സൂക്കേടായി പോയി കഴിഞ്ഞാൽ എന്തിനാ ഈ ഡെവലപ്പിംഗ് കൺട്രീസ് അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിന് നോക്കിക്കൊണ്ട് പോകുമ്പോൾ നമ്മളുടെ ആരോഗ്യത്തിനെ നശിപ്പിച്ചിട്ട് വലിയ ഡെവലപ്മെന്റ് ഉണ്ടാക്കിയിട്ട് എന്താ പ്രയോജനം? അപ്പോ അതിനാണ് നമ്മൾ ഹെൽത്ത് ഫോർ ഓൾ എന്നുള്ള ഒരു കോൺഫറൻസ് നടത്തിയത്. 1979 ഹെൽത്ത് ആൻഡ് പ്രൊമോഷൻ ഡെവലപ്മെന്റ് കോൺഫറൻസ് നടത്തി. അത് ഇറ്റലിയിലാണ് നടത്തിയത്, ബെലേഗിയോ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നടന്നത്. ഇതിൽ പറഞ്ഞിട്ടുള്ള കോൺഫറൻസിൽ പറഞ്ഞത് പോയിന്റ്സ് എന്തൊക്കെയാ വെച്ചാൽ ഫോക്കസ് ചെയ്തത് പബ്ലിക് ഹെൽത്ത് ആണ്. അതും അതിൻ്റെതായ അപ്രോച്ചുകളും, എങ്ങനെ നമ്മൾക്ക് പബ്ലിക് ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, ലോ കോസ്റ്റ് സൊല്യൂഷൻസ് എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും, ബേസിക് ആയിട്ട് മരണത്തിനുള്ള കാരണങ്ങൾ എന്താന്ന് കണ്ടുപിടിക്കുക. അതാണ് ആദ്യത്തെ സിസ്റ്റം. പിന്നത്തെ സിസ്റ്റം സെലക്റ്റീവായിട്ട് ഫോക്കസ് ചെയ്ത് പ്രിസൈസ്ലി വളരെ കെയർഫുൾ ആയിട്ട് മെഷറബിൾ ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും, ഏതൊക്കെ വിധത്തിൽ മോണിറ്റർ ചെയ്യാൻ പറ്റും. അടുത്തത് ഇതിൽ കൂടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗോബി VFല് ഈ സെലക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക് ഹെൽത്ത് ഏരിയാസില് അവർ ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ടുള്ളത് ഗോബി എന്ന് പറഞ്ഞാൽ ഗ്രോത്തിന്റെ G, മോണിറ്ററിന്റെ O, ഓറൽ റീഹൈഡ്രേഷൻ, ട്രീറ്റ്മെന്റ്, ബ്രസ്റ്റ് ഫീഡിങ്, ഇമ്മ്യൂണൈസേഷൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നത് ആഡിങ് ഫുഡ് സപ്ലിമെന്റേഷൻ ആൻഡ് ഫീമെയിൽ ലിറ്ററസി ആൻഡ് ഫീമെയിൽ ഫാമിലി പ്ലാനിങ്. ഇതിനെ ഷോർട്ട് ഫോം ആയിട്ടാണ് ഗോബി ആൻഡ് ഗോബി FF നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇതിൽ കൂടെ ഈ സിസ്റ്റത്തിൽ കൂടെയൊക്കെ നമ്മൾ എത്രത്തോളം അതിനെ കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശം. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ള ഉദ്ദേശം. ഇനി ഇന്ത്യയുടെ ഹെൽത്ത് സിസ്റ്റത്തിലെ ഡിബേറ്റ്, വളരെ കാര്യമായിട്ടുള്ള ഡിബേറ്റുകൾ, ചർച്ചകൾ നടന്നിട്ടുണ്ട്. 3 സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഇതിനെ ഹെൽത്ത് സിസ്റ്റത്തിനെ പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ സ്റ്റെപ്പിൽ 1947 മുതൽ 83 വരെ ഒരു പ്രൈമറി ഹെൽത്ത് ആയിരുന്നു. അതിൽ പ്രിൻസിപ്പൽ ആയിട്ട് വന്നത് 2 എണ്ണം. ഒന്ന്, ആർക്കും ഹെൽത്ത് റെഫ്യൂസ് ചെയ്യാൻ പാടില്ല, അവനവന് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ കൂടെ. അടുത്തത്, സ്റ്റേറ്റ് ഗവൺമെന്റ് അവരുടെ ആൾക്കാരുടെ ആ സ്റ്റേറ്റിലുള്ള ഗവൺമെന്റ് ഹെൽത്ത് കെയർ ചെയ്യണം. ഇനി അടുത്ത സെക്കൻഡ് ഫേസിൽ പറഞ്ഞത് നാഷണൽ ഹെൽത്ത് പോളിസി കൊണ്ടുവരിക 1983 മുതൽ. ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളതും പബ്ലിസിറ്റി
ഫണ്ട് ഹെൽത്ത് കെയറിന് ഫണ്ട് കൊടുക്കുക, അത് റൂറൽ പാർട്സിൽ എത്തിക്കുക. 1983 ആറാമത്തെയും 7ാമത്തെയും 5 ഇയർ പ്ലാൻ വഴി നമ്മൾ ഇത് എല്ലാ സ്ഥലത്തും എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി അടുത്തതായിട്ട് വരുന്നത് പോസ്റ്റ് ആയിട്ട് 2000 മൂന്നാമത്തെ കാലഘട്ടം, മൂന്നാമത്തെ ഫേസ് ആണ്. ഇവിടെ വരുന്നത് ഷിഫ്റ്റിംഗ് ആണ് ഹെൽത്ത് സെക്ടറിൽ. ഏതൊക്കെ വിധത്തിൽ പൂൾ ചെയ്യാൻ പറ്റുക, പ്രൈവറ്റ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ്, പബ്ലിക് ഹെൽത്ത് സെക്ഷൻ, റിലാക്സേഷൻ, ഇൻഷുറൻസ് സെക്ടർ ആൻഡ് ഹെൽത്ത് ഫൈനാൻസിങ് ഫെസിലിറ്റീസ്, ഇതൊക്കെ കൊടുത്ത് ഫൈനലി ഒരു ഹെൽത്ത് സർവീസിനെ ഇമ്പോർട്ടൻസ് ആക്കി കൊണ്ടുവരികയാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിൽ വഴി നമ്മൾ ഉദ്ദേശിച്ചത് റെസ്പോൺസിബിലിറ്റി എടുക്കുക, ഹെൽത്ത് കെയറിനെ പറ്റി റെസ്പോൺസിബിലിറ്റി എടുക്കുക, അതിനെപ്പറ്റി ഷിഫ്റ്റിംഗ് ചെയ്യുക, പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലേക്കോ അല്ലെങ്കിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാർക്കറ്റ് ഡ്രിവൺ സ്ട്രാറ്റജി ഉപയോഗിക്കണം, കമ്മീഷൻസ് ഉണ്ടാക്കണം, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കണം, എസെൻഷ്യൽ ആയിട്ടുള്ള ഹെൽത്ത് പാക്കേജ് ഉണ്ടാക്കണം, ഏതേത് ലെവലിൽ എവിടെ ആവശ്യമുണ്ടോ അതിന് ടെറിട്ടോറിയൽ സർവീസും കൊടുക്കുക, കറണ്ട് ആയിട്ടുള്ള ടൂൾസ് പ്രൈവറ്റ് സെക്ടർ വഴി മെഡിസിൻസ് ചെയ്യുക, ഹെൽത്ത് ഫോർ ഓൾ, എല്ലാവർക്കും ഹെൽത്ത് കിട്ടണം എന്നുള്ളതാണ് ഉദ്ദേശം. ഈ ഹെൽത്ത് ഫോർ ഓൾ നമ്മൾ 2000 ഇത് പ്രൈമറി ഗോളായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് 6ാമത്തെ 5 ഇയർ പ്ലാനിലാണ് കൊണ്ടുവന്നത്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് റൂറൽ ഹെൽത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനാണ്, പെർട്ടിക്കുലർ അറ്റൻഷൻ അതിലാണ് കൊടുക്കേണ്ടത്. ആ റൂറൽ ഹെൽത്ത് വഴി ഇൻഫ്രാസ്ട്രക്ചർ ഇംപ്രൂവ്മെന്റ് ചെയ്യണം, എവിടെ സൗകര്യങ്ങൾ കുറവുണ്ടോ അതൊക്കെ ചെയ്യുക. പിന്നെ ഹെൽത്ത് വർക്കേഴ്സിനെ ഉണ്ടാക്കുക, ഹെൽത്ത് വർക്കേഴ്സിന് ട്രെയിനിങ് കൊടുക്കണം, നോട്ട് ട്രെയിൻഡ് അല്ല, ട്രെയിനിങ് കൊടുത്ത് അവർക്ക് അവരുടെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും മനസ്സിലാക്കി കൊടുക്കുക. ഇത് നമ്മൾ ഈ കോവിഡ് കാലഘട്ടത്തിൽ വളരെ ഹെൽത്ത് വർക്കേഴ്സിനെ പറ്റി വളരെ കാര്യമായിട്ട് പരാമർശിച്ചിട്ടുണ്ട് ഗവൺമെന്റ്. ഇതിൽ സെറ്റ് ബാക്ക് എന്താന്ന് വെച്ചാൽ 1983 വളരെ സെറ്റ് ബാക്കിൽ കൊണ്ടുവന്നത്, അതിന്റെ ഡ്രോബാക്ക് എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്ന, കമ്മ്യൂണിറ്റി ആയിട്ടുള്ള അവരുടെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു പോയി. അത് വളരെ നെഗ്ലിജിബിൾ ആണ്. എന്നാ ഓരോ കാലഘട്ടത്തിൽ ഡെമോക്രാറ്റിക്കിൽ എത്രത്തോളം ഉണ്ട്, എത്ര ഡെത്ത് ഉണ്ട്, എത്ര ലൈഫ് എത്രത്തോളം പോകുന്നു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിനെപ്പറ്റി മനുഷ്യന് ജീവിക്കാനുള്ള ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാംസും കമ്മ്യൂണിക്കേറ്റീവ് ഡിസീസസ് നേരത്തെ കണ്ടുപിടിച്ച് പരക്കാണ്ടിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി പ്രൈവറ്റൈസേഷനിൽ വരുമ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇൻഡിക്കേറ്റ് ചെയ്യണം, നേരത്തെ തന്നെ ഓരോ ഹെൽത്ത് സർവീസും ഇൻഡിക്കേറ്റ് ചെയ്ത് പോവുക, അതിനെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുക, റിപ്പോർട്ട് ചെയ്യുക, നാഷണൽ സർവേ വഴി റിപ്പോർട്ട് എടുത്ത് ആൾക്കാർക്ക് മനസ്സിലാക്കി കൊടുക്കുക, ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക, ഫ്രീ ആയിട്ടുള്ള പറ്റിയാൽ ഫ്രീ ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ പെർസെൻറ്റേജ് വെച്ച് നോക്കുക, ഒരു അനാലിസിസ് ചെയ്യണം എത്രത്തോളം യൂണിവേഴ്സൽ ആയിട്ടും പ്രൈമറി ഹെൽത്ത് സർവീസ് വഴിയും എത്രത്തോളം ചെയ്യാൻ പറ്റും, പ്രൈവറ്റിനെയും കൂടെ കമ്പൈൻ ചെയ്തുകൊണ്ട് ചെയ്തു പോകുക എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പോളിസി എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ലോൺ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, വേൾഡ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുക, ആ ലോണിനെ നമുക്ക് ആവശ്യമുള്ള തരത്തിൽ ഉപയോഗിച്ചു കൊണ്ടുവരിക. ആദ്യത്തെ ഉപയോഗം ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കുറയ്ക്കുക, രണ്ടാമത്തെ ഉദ്ദേശം ഫ്രീ ട്രേഡ് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ട്രേഡ് ഉപയോഗിക്കുക, മൂന്നാമത് ഈ പ്രോബ്ലംസ് ഫേസ്ഡ് ആയിട്ടുള്ള വേൾഡിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പരാമർശിക്കുന്നത്. അവരുടെ പബ്ലിക് എക്സ്പെൻഡിച്ചർ എത്രത്തോളം ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുള്ളത് നോക്കണം. അതുകൂടാണ്ട് കമ്പൽ ചെയ്തിട്ടുള്ള ഇന്റർനാഷണൽ ഡോണേഴ്സ്, മാർക്കറ്റിൽ നിന്ന് ഡോണേഴ്സ് പല കൺട്രികളും ഡൊണേറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ തന്നെ ഇവിടെ കോവിഡ് വന്ന സമയത്ത് നമ്മുടെ കുറെ മെഡിസിൻസ് ഒക്കെ നമ്മൾ പുറത്ത് രാജ്യങ്ങളിലേക്ക് കൊടുത്തു, ഫോറിൻ എയ്ഡ് ആയിട്ടും കൊടുക്കണം. അപ്പൊ അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളും സഹായ സഹകരണങ്ങൾ ചെയ്തു കൊണ്ടുപോകാനാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നിയോ പോളിസീസ് വരുമ്പോ 85-90 ഈ നിയോ പോളിസി ലിബറൽ പോളിസി വഴി NGOസിനെ കൊണ്ടുവന്നു. ഈ NGOസ് അവരുടെ പോളിസികൾ എന്താ വെച്ചാൽ എത്രത്തോളം ഹെൽത്ത് കെയർ ചെയ്യാൻ പറ്റും, പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ്, പബ്ലിക് ഹോസ്പിറ്റലിലേക്ക് എത്ര പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരാൻ പറ്റും, പ്യുവർ ആയിട്ട് ടെക്നോളജിക്കലി സെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് ഇന്റർവെൻഷൻ കൊണ്ടുവരിക, ഇൻട്രൊഡക്ഷൻ ഓഫ്
യൂസർ ഫീസ്, ഒന്ന് ഉപയോഗിക്കുന്നതിനുള്ള ഫീസ് ഉണ്ടാക്കുക. അങ്ങനെ കാലഘട്ടത്തിൽ ഓരോ പോളിസികളായിട്ട് കൊണ്ടുവന്നു. ഇനി മിഡിൽ ക്ലാസിന്റെ പ്രോബ്ലംസ് എന്താണ്? മിഡിൽ ക്ലാസിന്റെ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു ഡിമാൻഡ്, അഡ്വാൻസ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് കുറവായിരിക്കും. കോർപ്പറേഷൻ, ബിഗ് MNC, മൾട്ടിനാഷണൽ കമ്പനി കോർപ്പറേഷൻസ് ഒക്കെ അവർക്ക് ഒരു മെഡിക്കൽ സിസ്റ്റം തന്നെ ഉണ്ട്. അവർക്ക് ജോലിക്കാർക്ക് അവിടെ ആവശ്യമുള്ളവർക്ക് ഒരു ഫെസിലിറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് വേറെ പോളിസികൾ. നിയോ ലിബറൽ പോളിസികൾ 1990s ഷിഫ്റ്റ് ആയിക്കൊണ്ടു. ഇനി എല്ലാ തരത്തിലുള്ളവർക്കും, അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും പുതിയ തരത്തിലുള്ള പ്ലാൻ വഴി, 8ാമത്തെ പ്ലാൻ വഴി നമ്മൾ ഹെൽത്ത് ഫോർ അണ്ടർ പ്രിവിലേജ്ഡ് എന്നുള്ള ഒരു സിസ്റ്റം കൊണ്ടുവരുന്നു. അതുവഴി പ്രൈവറ്റൈസേഷൻ, ഹെൽത്ത് കെയർ, ഇൻഷുറൻസ് ബൂസ്റ്റ് കൊടുക്കുക. 9ാമത്തെയും 10ാമത്തെയും പ്ലാൻസിൽ നമ്മൾ സബ്സിഡൈസ്ഡ് മെഡിക്കൽ മാർക്കറ്റ് കൊണ്ടുവന്നു. പിന്നെ ഏതൊക്കെ ട്രാൻസ്പോർട്ടേഷൻ കൊണ്ടുപോവുക, പോപ്പുലേഷന് കൊടുക്കുക, ഫ്രീ ആയിട്ടുള്ള ഡ്രിവൺ എസെൻഷ്യൽ സർവീസ് ഒക്കെ ചെയ്തു കൊടുക്കുക. നാഷണൽ ഹെൽത്ത് പോളിസികൾ വഴിയും നമ്മൾ ഒരുപാട് ഇംപ്ലിമെന്റേഷൻ ചെയ്തിട്ടുണ്ട്. ഈ അക്കൗണ്ടബിലിറ്റി, പബ്ലിക് ഹെൽത്ത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഗവൺമെന്റ് അപ്ലൈ ചെയ്യണം. ഒബ്ജക്റ്റീവ് എന്താ വെച്ചാൽ ബേസിക് ആയിട്ടുള്ള ജനറൽ ഹെൽത്ത്, അതിനെ ടാർഗറ്റ് ചെയ്ത് ഹോസ്പിറ്റൽസ് വർക്ക് ചെയ്യുക. അതേമാതിരി യൂട്ടിലൈസേഷൻ ചെയ്തു കൊടുക്കുക. അതേമാതിരി തന്നെ ഏതൊക്കെ പോളിസീസ് ഗവൺമെന്റും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ഹെൽത്തും കൂടെ കമ്പൈൻഡ് ആയിട്ട് പബ്ലിക് ഹെൽത്തിനെ സഹായിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മിനിമം ഡെവലപ്മെന്റ് ഗോൾസിലും ഇത്രത്തോളം മിനിമം എങ്കിലും കൊണ്ടുവന്നിരിക്കണം എന്നുള്ള ഒരു ഹെൽത്ത് മിഷൻ കൊണ്ടുവന്നു 2005. അതിന്റെ പോളിസിയൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് നമ്മൾ കുറച്ച് കൊണ്ടുവരണം. അതേമാതിരി തന്നെ മെഡിക്കലൈസ്ഡ് ഹെൽത്ത് കെയർ സിസ്റ്റം കോംപ്രിഹെൻസീവ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം ഹെൽത്ത് കെയർ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇനി നാഷണൽ റൂറൽ ഹെൽത്ത് മിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇന്റർവെൻഷൻ. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പെർസെൻറ്റേജ് കൂടുതൽ, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനും അതേമാതിരി തന്നെ ഡെത്തിന്റെ മോർട്ടാലിറ്റി കുറയ്ക്കാൻ എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റ് വളരെ കാര്യമായിട്ട് വർക്ക് ചെയ്യണമെന്നാണ് ഇതുവഴി നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 12th 5-year പ്ലാനിൽ NRHM, അർബൻ പുവർ നെയ്മിംഗ്, നാഷണൽ ഹെൽത്ത് മിഷൻ NHM, അതേമാതിരി തന്നെ നാഷണൽ റൂറൽ ഹെൽത്തിലും ഇമ്പോർട്ടൻസും സ്ട്രെസ്സും നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഗവൺമെന്റ് പതുക്കെ അവരുടെ ആൾക്കാരെ, അവരുടെ രാജ്യത്തിൽ അല്ലെങ്കിൽ അവരുടെ കൺട്രോളിൽ ജീവിക്കുന്നവരെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ചെയ്താൽ ഓൾ ആയിട്ട് വരും. അപ്പൊ യുണൈറ്റഡ് ഫണ്ട്സ്, പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ്, മെർജിങ് ഓഫ് ഹെൽത്ത് സെക്ടർ, പഞ്ചായത്ത് രാജ്, അതേമാതിരി എഡ്യൂക്കേഷൻ, ന്യൂട്രീഷൻ, സാനിറ്റേഷൻ, സോഷ്യൽ ആൻഡ് ജനറൽ ഹെൽത്ത് സിസ്റ്റം, ഇതൊക്കെ ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. അതിനെ ഫോക്കസ്, ലേഡീസിന്റെ ഹെൽത്തിനെ കുറച്ച് ഫോക്കസ് കൊടുക്കുക. അമ്മ നന്നായാൽ കുട്ടി നന്നാവും. അപ്പൊ അതിനും ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ഇംപ്ലിമെന്റേഷൻ ചെയ്തത് മുഴുവനും ഇതുമാതിരിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും 5-year പ്ലാൻസിലും നമ്മൾ ന്യൂട്രീഷൻ, സേഫ് വാട്ടർ, ഹൈജീൻ ഒക്കെ ഇമ്പോർട്ടൻസ് കൊണ്ടുവന്നു. അതേമാതിരി തന്നെ മദർ കെയർ, എക്സ്പെക്ട് ചെയ്യുന്ന മദർസിന് അതേമാതിരി അബോർഷൻ ഉണ്ടാകാണ്ട് നോക്കുക. എല്ലാം പോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാൻസ് ചെയ്ത് അങ്ങനെയാണ് ആശാ വർക്കേഴ്സും അംഗൻവാടി ആൾക്കാരും ന്യൂ ലിബറൽ പോളിസികൾ നമ്മൾ കൊണ്ടുവന്നത്. ഹൈ ലെവൽ എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ചാൽ കവറേജ്, യൂണിവേഴ്സൽ കവറേജ്, ഹ്യൂമൻ റൈറ്റ്സിന്റെ വഴി 65ാമത്തെ ജനീവയിൽ നടന്നതിൽ കവറേജ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള നേഷൻസ് വർക്ക് ചെയ്യണം, പ്ലാനിങ് വഴി കൊണ്ടുവരിക. അപ്പൊ ഇതൊക്കെ ഇക്വാളിറ്റി വഴിയും യൂണിവേഴ്സാലിറ്റി വഴിയും മാത്രമേ കൊണ്ടുവരാൻ പറ്റുള്ളൂ. നമ്മൾ റെക്കമെൻഡേഷൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞിട്ടുള്ള വെച്ചാല്, ഈ റെക്കമെൻഡേഷൻസ് എല്ലാ ഇൻഡിവിജ്വൽസിനും ഒരു കോൺട്രാക്ഷൻ അല്ലെങ്കിൽ അവർക്കൊരു റെസ്പോൺസിബിലിറ്റി വരണം. അതേമാതിരി തന്നെ അവർക്ക് സ്ട്രക്ചറൽ ആയിട്ടുള്ള ഗവൺമെന്റിന്റെ ഹെൽത്ത് പാക്കേജസും ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മനസ്സിലാക്കി കൊടുക്കണം. അടുത്ത റെക്കമെൻഡേഷൻസ്, പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് മുഴുവനും എന്തുകൊണ്ട് കണ്ടുപിടിച്ചില്ല, ഡെമോക്രാറ്റിക്കലായിട്ട് മെഡിക്കൽ സർവീസ്, ഹെൽത്ത് സർവീസ്, ഹെൽത്ത് സിസ്റ്റം, ഇതിനെ ഗവൺമെന്റ് കണ്ടുപിടിച്ച് വെർട്ടിക്കലായിട്ട് പ്രോഗ്രാംസ് കൊണ്ടുവരിക. പിന്നെ റെക്കമെൻഡേഷൻസ് പറഞ്ഞിട്ടുണ്ട്, പ്രാക്ടീഷണേഴ്സിന് 98% അതിലും കാര്യമായിട്ട് ചെയ്യുക. എല്ലാ ആൾക്കാർക്കും വെള്ളം
കുടിക്കുന്ന നല്ല വെള്ളം, ഫുഡ്, സാനിറ്റേഷൻ, ഇതൊക്കെ ഇമ്പ്രൂവ്മെന്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കണം. നാഷണൽ ഹെൽത്ത് പോളിസിയിലും ഇത് തന്നെയാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ നല്ല ഹെൽത്തില് എല്ലാവർക്കും വേണ്ട വിധത്തിൽ ചെയ്തു കൊടുക്കാനാണ് ഗവൺമെന്റ് സജസ്റ്റ് ചെയ്യുന്നത്. ഫോക്കസ് 17ലും ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആയുഷിന്റെ വരുമാനം അല്ലെങ്കിൽ അവരുടെ പോളിസികളൊക്കെ എൻവയറമെന്റ് വഴി സഹകരണങ്ങൾ ചെയ്ത് അവർക്ക് വേണ്ട വിധത്തിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇമ്പോർട്ടൻസ് ഈ എൻവയറമെന്റിൽ നല്ല വെള്ളം, നല്ല റെഗുലേറ്ററി സിസ്റ്റംസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും. റിലേഷൻഷിപ്പ്, ഈ ഡെവലപ്മെന്റ് വന്നാൽ മാത്രമേ, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് വന്നാലും ഹെൽത്തിന്റെ ഇഷ്യൂസ് വന്നാൽ മാത്രമേ ഡെവലപ്മെന്റ് പൂർണ്ണമാവുള്ളൂ. എൻവയറമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ വേണ്ടതൊക്കെ വേണ്ട വിധത്തിൽ മിസ്യൂസ് ചെയ്യാണ്ട്, ഓവർ യൂസ് ചെയ്യാണ്ട് മനസ്സിലാക്കി ചെയ്യാന്നാണ് ബാലൻസിങ് കൊണ്ടുവരിക. അപ്പൊ ആ ബാലൻസ് കൊണ്ടുവന്നതിൽ അത് ചെയ്യും. പോളിസികൾ, വൈൽഡ് ലൈഫിന്റെ പോളിസികൾ, പല പോളിസികളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തു. അതുവഴി അതിനെ നേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഗ്ലോബലായിട്ട് നമ്മൾ പല ഇഷ്യൂസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഗവൺമെന്റ് ഈ വിധത്തിലാണ് സുപ്രീം വേർഡിക്റ്റ് 2002 കൊണ്ടുവന്നു എല്ലാം കമ്മിറ്റികള് ഇംപ്രൂവ്മെന്റ് ചെയ്യിച്ചു. ഇനി സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വഴി ഈ ഗവൺമെന്റ്, എല്ലാ ഗവൺമെന്റും ഇന്ത്യയും അതേമാതിരി തന്നെ ഗവൺമെന്റ് മോണിറ്ററിംഗ് അതോറിറ്റി കൊണ്ടുവച്ചു. അതിനുശേഷം അപ്രീസിയേഷൻ ചെയ്തു. ഇപ്പോൾ ഈ ഇക്കണോമിക്കലി നമ്മൾ വളരെ കാര്യമായിട്ട് പോളിസികളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ മോണിറ്റർ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ എക്കോളജിക്കൽ പ്രോബ്ലംസിന്റെ ഫ്യൂച്ചർ പ്രോബ്ലംസ് വളരെ കുറഞ്ഞു വരും എന്നുള്ളതിന് നമുക്ക് ദൃഷ്ടാന്തമാണ് ഇത്. ഇതോടുകൂടി ഈ യൂണിറ്റ് 9 നിങ്ങൾ നല്ലപോലെ പുസ്തകങ്ങൾ വായിക്കണം. യൂണിറ്റ് 9 അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.